ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്ന രാത്രിയായിരിക്കും. മത്തായി സുവിശേഷം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം ഞാൻ ഒരിക്കൽ കൂടി പറയാം. മത്തായി സുവിശേഷം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. എല്ലാവരും കൂടെ ചേർന്ന വാക്യം ഉച്ചത്തിലൊന്ന് പറഞ്ഞാട്ടെ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവേ, ഈ യോഗം നിൻ്റെ കുഞ്ഞുങ്ങളെ വളരെ താല്പര്യത്തോടെ ആത്മാർത്ഥതയോടെ സംഘടിപ്പിച്ചത്. അവിടുത്തെ വചനത്തിൻ്റെ മുൻപിൽ ഞങ്ങളായിരിക്കുന്നു. ഈ വചനം ഈ ജനത്തിന് അനുഗ്രഹമാകണമേ. ഒരു കൂട്ടത്തിൻ്റെ ചിന്താമണ്ഡലങ്ങളെ, മനോഭാവത്തെ ദൈവവചനം മാറ്റണമേ. വലിയ ഇടപെടലുകൾ ഞങ്ങളുടെ നടുവിൽ ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജനം അനുഗ്രഹിക്കപ്പെടണം. രക്ഷിക്കപ്പെടുന്നവരുടെ സേവകാത്മാക്കളായ ദൂതന്മാരെ ഞങ്ങളുടെ നടുവിൽ അങ്ങ് അയക്കണം. കൃപയുടെ വചനത്തിന് സാക്ഷ്യം പറയണം. ദൈവിക ഇടപെടലുകളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണം. കർത്താവിൻ്റെ ദയയ്ക്ക് നന്ദി. സാന്നിധ്യത്തെ ചോദിക്കുന്നു. കൃപയിൽ മറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പുതിയ നിയമത്തിൻ്റെ പ്രഥമ ഭാഗം 4 സുവിശേഷങ്ങളാണ്. ഈ 4 സുവിശേഷങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത് 4 ജീവചരിത്രങ്ങൾ എന്ന ആശയത്തിലല്ല, പകരം യേശുക്രിസ്തുവിനെ സംബന്ധമായ ചതുർവിധ വെളിപ്പാടുകൾ എന്നുള്ള നിലയിലാണ്. സഭാപിതാവായ ഒറീഗൻ 4 സുവിശേഷത്തെ വിളിച്ചിരിക്കുന്നത് 4 വശങ്ങളുള്ള സുവിശേഷമെന്നാണ്. അതിൻ്റെ 1-ാമത്തെ വശമാണ് മത്തായി സുവിശേഷം പറയുന്നത്, യേശുക്രിസ്തുവിനെ രാജാവായി മശീഹയായി അവതരിപ്പിക്കുന്നത്. 2 മർക്കോസ് പറയുന്നതാണ്, യേശു ദാസനായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. 3 ലൂക്കോസ് പറയുന്നതാണ്, അവിടെ യേശുക്രിസ്തുവിനെ പൂർണ്ണ മനുഷ്യനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. 4 യോഹന്നാൻ പറയുന്നതാണ്, അവിടുന്ന് യേശുക്രിസ്തു പൂർണ്ണ ദൈവമായിട്ടാണ് വെളിപ്പെടുന്നത്. അപ്പോൾ രാജാവായി, ദാസനായി, പൂർണ്ണ മനുഷ്യനായി, പൂർണ്ണ ദൈവമായി 4 സുവിശേഷങ്ങൾ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ തന്നെ ഈ 4 സുവിശേഷങ്ങളെ 2 ഭാഗമായി തരംതിരിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. ഒന്ന് സമാന്തര സുവിശേഷങ്ങൾ അഥവാ സിനോപ്റ്റിക് ഗോസ്പെൽസ് എന്നാണ് പറയുന്നത്. അത് മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ 3 സുവിശേഷങ്ങളാണ്. എന്തുകൊണ്ടാണ് അവയെ അങ്ങനെ വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആ സുവിശേഷങ്ങളുടെ വിഷയാവതരണങ്ങൾ, അവതരണ ശൈലി, രചനാ രീതി ഏതാണ്ടെല്ലാം തന്നെ സമാന്തരങ്ങളാണ്. എന്നാൽ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തെ നമ്മൾ കാണുന്നത്. ആദ്യത്തെ 3 സുവിശേഷങ്ങൾ പറഞ്ഞിട്ടുള്ള പലതും യോഹന്നാൻ്റെ സുവിശേഷത്തിലില്ല. യോഹന്നാൻ്റെ സുവിശേഷം പറയുന്ന പലതും ആദ്യത്തെ 3 സുവിശേഷങ്ങളിലും ഇല്ല. അതുകൊണ്ടാണ് ആ വ്യത്യസ്തതകളിലൂടെ നമ്മൾ ഈ സുവിശേഷങ്ങളെ മനസ്സിലാക്കുന്നത്. ഇനി മത്തായി സുവിശേഷത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ ജനനം, യേശുക്രിസ്തുവിൻ്റെ ജീവിതം, യേശുക്രിസ്തുവിൻ്റെ ഉപദേശം, യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തി, യേശുക്രിസ്തുവിൻ്റെ മരണം, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം, ഇതെല്ലാം അതിൽ വിഷയമാക്കിയിരിക്കുകയാണ്. അതിൽ യേശുക്രിസ്തുവിനെ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ മശീഹയായി, രാജാവായിട്ടാണ് മത്തായി അവതരിപ്പിക്കുന്നത്. അതിൽ 3-ാം അധ്യായം ഈ രാജാവിൻ്റെ ആഗമനത്തിൻ്റെ വിളംബരമാണ്. ആ വിളംബരം നടത്തുന്നത് യോഹന്നാൻ സ്നാപകനാണ്. യോഹന്നാൻ സ്നാപകൻ്റെ മഹാരാജാവിൻ്റെ വിളംബരത്തെക്കുറിച്ചുള്ള, രംഗപ്രവേശനത്തിന് മുൻപ് നടത്തുന്ന വിളംബരത്തെക്കുറിച്ച് വിശാലമായി നമ്മൾ ചിന്തിച്ചാൽ അതിൽ 3 പ്രധാനപ്പെട്ട മെസ്സേജുകളുണ്ട്. അതിൽ 1-ാമത്തെ മെസ്സേജാണ് നമ്മളിവിടെ വായിച്ചത്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ എന്ന് പറയുന്നത്. അതിൻ്റെ 2-ാമത്തെ മെസ്സേജ് 10-ാമത്തെ വാക്യമാണ്, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ ഇട്ട് കളയുന്നു. അതിൻ്റെ 3-ാമത്തെ ഭാഗമാണ് 12-ാമത്തെ വാക്യം, വീശുമുറം അവൻ്റെ കയ്യിൽ ഉണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുന്നു. ഇതിൽ
ഈ 3 ഭാഗവും വിശദീകരിച്ചു പോകാൻ ഇന്ന് രാത്രി നമ്മുടെ മുൻപിൽ സമയമില്ല. അതുകൊണ്ട് വായിച്ച 8-ാം വാക്യത്തിലേക്ക് ഞാൻ ചുരുങ്ങുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ എന്നുള്ളതാണ്. വാസ്തവത്തിൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക എന്നുള്ളതിനെ 2ആക്കി വേണം നമ്മൾ ചിന്തിക്കാൻ. 1 മാനസാന്തരം, 2 മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. ഇത് രണ്ടും കൂടെ അവതരിപ്പിക്കാനും എൻ്റെ മുമ്പിൽ സമയമില്ല. അതുകൊണ്ട് ആ ഒറ്റ വാക്കിൽ ഞാൻ നിൽക്കാൻ പോകുകയാണ്. മാനസാന്തരം. ഈ മാനസാന്തരം എന്ന വാക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെ 2 വിധത്തിൽ മനസ്സിലാക്കണം. എന്തല്ല മാനസാന്തരമെന്ന് നമ്മൾ ആദ്യം അറിയണം. എന്താണ് മാനസാന്തരമെന്നും നമ്മൾ അറിയണം. എന്തല്ല മാനസാന്തരം? അത് മനസ്സിനുണ്ടാകുന്ന കേവലം ഒരു അന്തരമല്ല. അങ്ങനെ മാനസാന്തരത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. മാനസാന്തരം മനസ്സിനുണ്ടാകുന്ന അന്തരമാണ്. മാനസാന്തരം എന്ന വാക്കിന് ആശയം കാണുമായിരിക്കും, പക്ഷേ ബൈബിൾ പറയുന്ന മാനസാന്തരം മനസ്സിനുണ്ടാകുന്ന അന്തരമല്ല. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ 2 ക്യാമറ ഇരിപ്പുണ്ട്. ആ 2 ക്യാമറ അവിടെ വെക്കണ്ടെന്ന് ആ ക്യാമറ ചെയ്യുന്നയാൾ തീരുമാനിച്ചാൽ അത് മനസ്സിനുണ്ടാകുന്ന അന്തരമാണ്. നന്നായി ചെയിൻ സ്മോക്കറായിട്ടുള്ള പുകവലിക്കുന്ന ഒരാൾ ഇനി ഞാൻ അങ്ങനെ വലിക്കുന്നില്ല, ദിവസത്തിൽ 2 വലിക്കുന്നുള്ളൂ എന്ന് ചിന്തിച്ചാലും മനസ്സിനുണ്ടാകുന്ന അന്തരമാണ്. അതൊന്നും മാനസാന്തരമല്ല. ബൈബിൾ പറയുന്ന മാനസാന്തരം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേവലം മനസ്സിനുണ്ടാകുന്ന അന്തരമല്ല മാനസാന്തരം. വ്യക്തിപരമായ താല്പര്യങ്ങളുടെ മാറ്റവുമല്ല മാനസാന്തരം. വിശ്വാസ വിഷയങ്ങളിൽ സംഭവിക്കുന്ന കേവല വ്യതിയാനങ്ങളുമല്ല മാനസാന്തരം. അപ്പൊ പിന്നെ എന്താണ് മാനസാന്തരം? മാനസാന്തരം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മുഴുവാളത്വത്തിലും സംഭവിക്കുന്ന അസാധാരണത്വമുള്ള ഒരു മാറ്റമാണ്. ആ മാറ്റം എന്ന് പറയുന്നത് ചെയ്തു പോയ പാപത്തെക്കുറിച്ച് ആ വ്യക്തി ദുഃഖിക്കുന്നതാണ്. അവിടെ പാപത്തോടുള്ള മനോഭാവം മാറുകയാണ്. അപ്പോൾ തന്നെ ദൈവത്തോടുള്ള മനോഭാവവും മാറുകയാണ്. അവിടെ ദൈവഭയം വന്നുകൂടുകയാണ്. അതാണ് മാനസാന്തരത്തിൽ ഉള്ളത്. ഇനി മാനസാന്തരം എന്താണ് എന്ന് നമ്മൾ നിർവചിക്കുവാൻ തുടങ്ങിയാൽ പഴയ ജീവിത രീതിക്ക് നേർ വിപരീതമായ മറ്റൊരു ജീവിത രീതി ഉടലെടുക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുവാൻ കഴിയുന്ന പേരാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഇനി നമ്മൾ മാനസാന്തരത്തെ നിർവചിക്കുകയാണെങ്കിൽ ഒരുവന്റെ സ്വഭാവത്തിന് മാറ്റം വരത്തക്ക വിധത്തിൽ അവന്റെ ജീവിതത്തിൽ മുഴുവനായി ഉണ്ടാകുന്ന കാതലായ വ്യതിയാനമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഇനി അല്പം കൂടെ നമ്മൾ നിർവചിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിനെ നിഷേധിച്ച ഒരുവൻ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കാൻ കഴിയുന്ന പേരാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഇനിയും നമ്മൾ നിർവചിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മ കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിലേക്ക് ഒരുവൻ വരുന്നതിനെ പറയുന്ന പേരാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അല്പം കൂടെ പറഞ്ഞാൽ ദുശ്ചിന്ത പോലെ ദുഷ്പ്രവർത്തികൾ പോലെയുള്ള കഠോരമായ ചില കാര്യങ്ങളെ വിട്ടുതിരിഞ്ഞ് ദൈവത്തിങ്കലേക്ക് ഒരുവൻ തിരിയുന്നുവെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മാനസാന്തരം എന്ന് പറയുന്നത്. സ്വന്തം ഹിതത്തിനനുസാരമായി നടന്ന ഇടത്ത് നിന്ന് ദൈവഹിതത്തിലേക്ക് ഒരുവൻ തിരിയുന്നുവെങ്കിൽ അതിനെ വിളിക്കുവാൻ കഴിയുന്ന പേരാണ് മാനസാന്തരം എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മാനസാന്തരം ഉയർന്നവനും താണവനും ദരിദ്രനും ധനവാനും എല്ലാം ഒരുപോലെ ഉണ്ടാകേണ്ടുന്ന, എല്ലാ മനുഷ്യർക്കും ഉണ്ടാകേണ്ടുന്ന വളരെ കാര്യമായ ഒരു കാര്യമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഈ മാനസാന്തരത്തെ നമ്മൾ 2 വിധത്തിലാണ് മനസ്സിലാക്കേണ്ടത്. മാനസാന്തരം പഴയ നിയമത്തിൽ എങ്ങനെയാണ്, മാനസാന്തരം പുതിയ നിയമത്തിൽ എങ്ങനെയാണ്. മാനസാന്തരം പഴയ നിയമത്തിൽ എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും പഴയ നിയമത്തിൽ മാനസാന്തരം എന്ന് പറയുന്ന പദം 2-3 പ്രാവശ്യമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് മാനസാന്തരം ഇല്ലെന്നാണ്. അല്ല, മാനസാന്തരം എന്ന ആശയത്തെ ദ്യോതിപ്പിക്കുന്ന ഒട്ടനവധി വാക്കുകൾ പഴയ നിയമത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് മാത്രം ഞാൻ പറയാം. അത് നാഹം എന്ന് പറയുന്നത്. ഈ നാഹം എന്ന് പറയുന്ന എബ്രായ വാക്കിന് ഏതാണ്ട് 4 അർത്ഥങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ അർത്ഥം അനുദപിക്കുക എന്നുള്ളത്, രണ്ടാമത്തെ അർത്ഥം ദൈവത്തിങ്കലേക്ക് തിരിയുക എന്നുള്ളത്, മൂന്നാമത്തെ അർത്ഥം നെടുവീർപ്പിടുക എന്നുള്ളത്, നാലാമത്തെ അർത്ഥം വ്യസനിക്കുക എന്നുള്ളത്. അപ്പൊ ഒരാൾ ദൈവത്തിങ്കലേക്ക് തിരിയുന്നുവെങ്കിൽ അതിനെ വിളിക്കാൻ കഴിയുന്ന പേര് മാനസാന്തരം എന്നാണ്. ഒരാൾ അനുദപിക്കുന്നെങ്കിൽ അതിനെ വിളിക്കാൻ കഴിയുന്ന പേര്
മാനസാന്തരമെന്നാണ്. ഈ ദൈവത്തിങ്കലേക്ക് തിരിയുക എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. യോബേൽ പ്രവചനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവിനെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പം ദൈവത്തിങ്കലേക്ക് തിരിയുക എന്ന് പറയുമ്പോൾ ഞായറാഴ്ച പള്ളിയിൽ പോകുക എന്നല്ല അതിൻ്റെ അർത്ഥം, ഒരു പാട്ട് പാടുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം, ഒന്ന് കൈയടിക്കുക എന്നുള്ളതൊന്നുമല്ല. ദൈവത്തിങ്കലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിട്ടാണ് പറയുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ ഉപവാസത്തോടെ കരച്ചിലോടെ വിലാപത്തോടുകൂടെ എങ്കിലേക്ക് തിരിയുക. അപ്പം തിരിയുന്നവൻ തിരിയുമ്പോൾ അതിനൊത്തിരി ശൈലിയുണ്ട്. അതിലെ ആദ്യത്തെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, എന്നാൽ ഇപ്പോഴെങ്കിലും എന്നുള്ളത് ആദ്യത്തെ വാക്ക്. ഇപ്പോഴെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൈകിപ്പോയി എന്നർത്ഥം, വളരെ വൈകിപ്പോയി. ഇപ്പോഴെങ്കിലും എന്ന് പറഞ്ഞാൽ അതാ എൻ്റെ അർത്ഥം. ഞാൻ എല്ലാ കൺവെൻഷനും ചെല്ലുന്നതിനേക്കാൾ നേരത്തെ ഈ കൺവെൻഷന് വന്നായിരുന്നു. ഏതാണ്ട് ഒരു 6:15 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയായിരുന്നു. സ്തോത്രം. പകല് ചങ്ങനാശ്ശേരിയിൽ മറ്റൊരു മീറ്റിങ്ങിന് പ്രസംഗിക്കണമായിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് ഡയറക്റ്റ് പോരുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, ഞാനിവിടെ വന്നപ്പോൾ സുരേഷ് പാസ്റ്റർ എൻ്റെ അടുക്ക് വന്നിട്ട് പറയുക, ഇപ്പോഴെങ്കിലും ഇങ്ങ് വന്നല്ലോ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ നേരത്തെ വരേണ്ടതാ, പക്ഷേ ആ സമയത്തൊന്നും വന്നില്ല. ഇപ്പോഴെങ്കിലും ഇങ്ങ് വന്നല്ലോ എന്ന് പറഞ്ഞാൽ നേരത്തെ സംഭവിക്കേണ്ടതാ. അതാ ഇവിടെ കർത്താവ് പറയുന്നത്, ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവിൻ. അതെന്താണ് അങ്ങനെ പറയുന്നത്? അത് നമ്മൾ യോബേൽ പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ ആ പറയുന്ന ഇപ്പോഴെങ്കിലും എന്നുള്ള ആശയത്തിന് അർത്ഥം പിടികിട്ടത്തുള്ളൂ. 1-ാമത്തെ അധ്യായം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. 1-ാമത്തെ അധ്യായം വായിക്കും, അതിൻ്റെ 4-ാമത്തെ വാക്യം തൊട്ട് താഴോട്ട് വായിക്കണം. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടിക്കിളി തിന്നു, വെട്ടിക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒന്ന് പ്രയോജനപ്പെടാനുണ്ടെങ്കിൽ അതിനെ മുച്ചൂടും മുടിച്ചു കളഞ്ഞുവെന്ന് താഴോട്ട് വായിച്ചു വരുമ്പോൾ 7-ാമത്തെ വാക്യം, മുന്തിരിവള്ളി ശൂന്യമാക്കി അത്തിവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു, അതിനെ മുഴുവൻ തോലുരിച്ച എറിഞ്ഞു കളഞ്ഞു, അതിൻ്റെ കൊമ്പുകൾ വെളുത്തുപോയിരിക്കുന്നു. എന്നിട്ട് താഴോട്ട് വായിച്ചു വരുമ്പോൾ 10-ാമത്തെ വാക്യം, വയൽ ശൂന്യമായി തീർന്നു, ധാന്യം നശിച്ചു, പുതുവീഞ്ഞു പറ്റി, എണ്ണ ക്ഷയിച്ചു. ഇന്ന് 11-ാമത്തെ വാക്യം, കൃഷിക്കാരെ ലജ്ജിപ്പിൻ, മുന്തിരിത്തോട്ടക്കാരെ ഗോതമ്പിൻ്റെയും യവത്തെയും ചൊല്ലി മുറയിടുവീൻ എന്നിങ്ങോട്ട് തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാം പറഞ്ഞു പോകാൻ നേരെയില്ലാത്തത് കൊണ്ട് ഞാനതെല്ലാം അങ്ങ് സ്കിപ്പ് ചെയ്ത്. വാസ്തവം പറഞ്ഞാൽ ഈ ജനത്തിൻ്റെ മുഴുവൻ ധനാഗമന മാർഗങ്ങളും അവർക്കുണ്ടാകേണ്ടുന്ന എല്ലാ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ നന്മയുടെ വഴികളും തകർന്ന് തരിപ്പണമായി പോയി. അവിടെയാണ് കർത്താവ് പറയുന്നത് ഇപ്പോഴെങ്കിലും. ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ ജീവിതത്തിന് നേരെ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ദുരന്തങ്ങൾ, ആ ദുരന്തങ്ങൾക്ക് നമ്മോട് പറയാൻ ഒരു മെസ്സേജ് ഉണ്ട്. എന്നെ പോലെ ഒരു പ്രഭാഷകനോ നാളെ വരുന്ന കർത്തൃദാസനെ പോലെ അടുത്ത ദിവസം വരുന്ന ദൈവദാസനെ പോലെ ഒരു പ്രഭാഷകനോ ചിലപ്പോൾ പ്രസംഗിക്കാൻ കാണത്തില്ലായിരിക്കും. പക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മോട് പറയാൻ ഒരു ദൂതുണ്ട്. ഇവിടെ ഈ പ്രശ്നം ഇവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതാ ഇപ്പോഴെങ്കിലും ദൈവത്തിങ്കലേക്ക് മടങ്ങി വരണം എന്ന് പറയുന്ന ആ ഒരു ദൂത്. ഞാൻ നിങ്ങളോട് പറയാം, സമയം ഒരിക്കലും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല കേട്ടോ. സമയം പോയാൽ പോയതാ, സമയം പോയാൽ പോയതാ. സമയം ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല. സ്തോത്രം. ഇന്നലെ കഴിഞ്ഞു പോയ ഒരു സമയത്തെ നിങ്ങൾക്ക് പുനരാവിഷ്കരിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. സമയം പോയാൽ പോയതാ. അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്ന ഒരു ഭാഗമുണ്ട്. 90 സങ്കീർത്തനം 9-ാമത്തെ വാക്യം. അവിടെ പറയുന്നു, ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി, ഞങ്ങളുടെ സംവത്സരങ്ങളെ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. എപ്പോഴാണ് ഇത് പറഞ്ഞെന്നറിയോ? തൻ്റെ ചേട്ടൻ്റെ ഡെഡ് ബോഡി വീട്ടിൽ വന്നപ്പോഴാണ്. 90 സങ്കീർത്തനം മോശയുടെ സഹോദരന്റെ മരണസമയത്ത് പാടിയതാ. ചേട്ടൻ്റെ ഡെഡ് ബോഡി തിണ്ണയ്ക്ക് കിടത്തിയിരിക്കുമ്പോൾ ഈ മനുഷ്യൻ പറയുക, ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അറിയണം, സമയം കഴിഞ്ഞു പോയാൽ കഴിഞ്ഞു പോയതാ. ഞാൻ നിങ്ങളോട് പറയാം, നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്ക് 2 ടൈപ്പ് ഗിയർ ഉണ്ട്. മുൻപോട്ട് പോകാനും പറ്റും, പിന്നോട്ട് പോകാനും പറ്റും, അല്ലേ? പക്ഷെ നമ്മളെല്ലാവരും ഒരുപോലെ യാത്ര ചെയ്യുന്ന ഒരു വാഹനമുണ്ട്. ആ വാഹനത്തിന് മുന്നോട്ട് മാത്രമേ പോകാൻ പറ്റൂ, അതിന് പിന്നോട്ട് തിരിച്ചുരുളാൻ പറ്റില്ല. അത് മുന്നോട്ട് മാത്രമേ ഓടൂ. ഞാനും നിങ്ങളും എല്ലാം ആ വാഹനത്തിലെ യാത്രികരാണ്. നമ്മുടെ ജനനത്തിലാണ് അത് ഉരുണ്ടു തുടങ്ങിയത്. ഇനി എപ്പോഴാണ് അത് അവസാനിക്കുന്നത്? നമ്മുടെ മരണത്തിലേ അവസാനിക്കത്തുള്ളൂ.
അതുകൊണ്ട് നമ്മൾ പാടുന്നത് ഒരു പഴയ പാട്ട്. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിലൂറങ്ങുന്നു, അപ്പോഴുമൻ രഥത്തിൻ്റെ ചക്രം മുൻപോടുന്നു, അപ്പോഴുമൻ രഥത്തിൻ്റെ ചക്രം മുൻപോടുന്നു. നന്നായിട്ട് കേട്ടോളൂ. ഉറങ്ങുമ്പോഴും ഇത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒത്തിരി പാട്ടുകളുണ്ട്. നാം തമ്മിൽ കാണും നാളുകൾ വിദൂരമല്ല, സമയമാം രഥം ഓടുന്നു വേഗമാ. ഇത് ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ, ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരിക്കലും തിരിച്ചുരുളത്തില്ല. അതുകൊണ്ട് ലഭിക്കുന്ന സമയത്തെ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ്. സമയം തിരിച്ചു വരത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോഴെങ്കിലും. ഇന്നലകളിലെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരേണ്ടതാണ്, പക്ഷെ പറ്റിയില്ല. പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുക, ഇപ്പോഴെങ്കിലും ദൈവത്തിങ്കിലേക്ക് തിരിയുക. ആ തിരിയുന്നത് കൺവെൻഷന്റെ അവസാനത്തെ സമയത്ത് ഓൾട്ടർ കോൾ തരുമ്പോൾ സാധാരണ ശൈലിയിൽ കൈ ഉയർത്തുന്നത് പോലെ കൈ ഉയർത്തി കാണിക്കുന്നതല്ല. ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവനെ കുറിച്ച് യോവേൽ 2:13 പറയുന്നുണ്ട്. വസ്ത്രത്തെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിയണം. വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയത്തെ കീറണം. ഈ വസ്ത്രം കീറുന്നു എന്ന് പറയുന്നത് യഹൂദ ജനതയുടെ ഒരു പതിവാണ്. ഞാൻ തെളിവ് തരാം. ഉൽപ്പത്തി 37:29. രൂബേൻ കുഴിയുടെ അരികിൽ ചെന്നപ്പോൾ യോസഫ് കുഴിയിലില്ല എന്ന് കണ്ടിട്ട് വസ്ത്രം കീറി. ഉൽപ്പത്തി 37:34. യോസഫ് മരിച്ചു എന്ന് കേട്ടപ്പോൾ യാക്കോബ് വസ്ത്രം കീറി. പിന്നെ ഉൽപ്പത്തി 44:13, യോശുവ 7:3, ഇയ്യോബ് 1:20, 2:12 ഇവിടെയെല്ലാം വസ്ത്രം കീറിയതായി വായിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഒരു ദുഃഖപരമായ കാര്യം കേൾക്കുമ്പോൾ, സങ്കടകരമായ കാര്യം കേൾക്കുമ്പോൾ അവർ ഉടുപ്പ് വലിച്ചങ്ങ് കീറും. ഇതിപ്പോ ഒരു ശൈലിയായി, അങ്ങനെ ഒരു രീതിയായി. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ചടങ്ങുണ്ടല്ലോ, എന്തായാലും കേട്ടാൽ ഉടുപ്പ് കീറുന്ന കാര്യം അത് കൈവച്ചേരെ, അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ഉടുപ്പല്ല കീറേണ്ടത്, വസ്ത്രമല്ല കീറേണ്ടത്. കീറുകയാണെങ്കിൽ ഹൃദയത്തെ കീറണം. ഒരാമയം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അപ്പോ ഹൃദയത്തെ കീറുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതൊരു ആലങ്കാരിക പ്രയോഗത. ശരിക്കും ഹൃദയത്തിനുണ്ടാകുന്ന അനുതാപമാണത്, പശ്ചാത്താപമാണ്. ആ പാപത്തെ സംബന്ധിച്ചുണ്ടായ ദുഃഖമാണ്, ഹൃദയത്തിനുണ്ടായ തകർച്ചയാണത്. ഹല്ലേലൂയ. ആമേൻ. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഈ നമ്മളൊക്കെ ഒത്തിരി സ്വപ്നങ്ങൾ കാണും, അത് പലതിനെ ചൊല്ലി കാണും. എല്ലാ സ്വപ്നങ്ങൾക്കുമൊക്കെ അർത്ഥമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ പലതിനും അർത്ഥമില്ല എന്ന് ഞാൻ പറയും. പക്ഷേ ഈ ചില സ്വപ്നങ്ങളൊക്കെ മക്കളെ കുറിച്ചൊക്കെ ഉള്ളതായിരിക്കും, അല്ലേ? മക്കൾ എന്തെങ്കിലും ഒരു അപകടം വരുന്നത്, ഒരു രോഗം വരുന്നത്, അങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങളൊക്കെ. അങ്ങനെ ഒരു സ്വപ്നം കണ്ട ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അങ്ങ് മറന്നു പോകുമായിരിക്കും. പക്ഷെ അന്നത്തെ ദിവസം എന്താണെന്നറിയത്തില്ല, ഒരു വല്ലാത്ത ഹൃദയവേദന ഫീൽ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ഏറ്റവും അടുത്ത ഒരാൾക്ക് എന്തോ ഒരു പ്രശ്നം വരുന്നത് പോലെ ഒരു സ്വപ്നം കാണുമ്പോൾ ഒരുപക്ഷെ മറന്നു പോയിരിക്കാൻ, ചിലപ്പോൾ മറക്കുന്നില്ലായിരിക്കും. എന്തോ രാവിലെ ഉണരുമ്പോൾ ഹൃദയത്തിനൊരു വലിയ ഭാരം. സത്യത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ഭാരം ഉണ്ടല്ലോ, അതുപോലെ ഒന്ന് ഇവിടെ ഹൃദയത്തെ കീറുക എന്നുള്ളത് കൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവൻ അങ്ങനെ ആ ഹൃദയത്തിന്റെ തകർച്ചയിൽ നിന്ന് വേണം ദൈവത്തിങ്കിലേക്ക് തിരിയാൻ.
അതായത് ഹൃദയ കാഠിന്യം തകർക്കപ്പെടുക, അതാ അതിൻ്റെ അർത്ഥം. കല്ലുപോലുള്ള ഹൃദയം ഉടക്കപ്പെടുക, അതാ അതിൻ്റെ അർത്ഥം. നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്നും മെഴുകുപോലെ ഉരുക്കണമേ, അതാ അതിൻ്റെ അർത്ഥം. അങ്ങനെ ഹൃദയം തകരുക. ഇങ്ങനെ ഹൃദയം തകർന്ന ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാലുള്ള ഗുണം ഞാൻ പറയാം. സക്കറിയ 1:3 പറയുകയാണ്, എങ്കിലേക്ക് തിരിവിനെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും തിരിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മെസ്സേജിന്റെ ഉത്തരവാദിത്വം അതാണ്. നിങ്ങളിൽ ഒരാൾ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞാൽ ദൈവം പറയുന്നത്, ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും തിരിയും. അപ്പൊ മാനസാന്തരം എന്ന് പഴയ നിയമം പറയുമ്പോൾ, പഴയ നിയമം ശരിക്കും പറയുന്നത് ദൈവത്തിങ്കലേക്ക് തിരിയുക, വസ്ത്രത്തെ അല്ല, ഹൃദയത്തെ കീറിയെങ്കിലേക്ക് തിരിയണം. അതിനെ കുറച്ചുകൂടെ നിർവചിക്കാൻ പറ്റും. യെശയ്യാ പ്രവചനം 1:16 അത് പറയുന്നുണ്ട്, നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ, നിങ്ങളുടെ പ്രവർത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിന്റെ മുൻപിൽ നിന്ന് നീക്കിക്കളവീൻ, തിന്മ ചെയ്യുന്നത് മതിയാക്കുവീൻ. സ്തോത്രം. 19-ാമത്തെ വാക്യത്തിലേക്കൊക്കെ വരുമ്പം, മനസ്സ് വെച്ച് കേട്ടനുസരിക്കുക, മറുത്തു മത്സരിക്കാതിരിക്കുക, അതൊക്കെയാ അതിൻ്റെ അർത്ഥം. മനസ്സ് വെച്ച് കേട്ടനുസരിച്ചാൽ ദേശത്തിന്റെ നന്മ അനുഭവിക്കാം. മറുത്തുപോയാലോ ബൈബിൾ പറയുന്നു വാളിനിരയാകും. എങ്കിലേക്ക് തിരിയുക. അതിന് ദാവീദ് നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട് 51-ാം സങ്കീർത്തനത്തിൽ. ഹല്ലേലൂയ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ, എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എൻ്റെ മുൻപിൽ ഇരിക്കുന്നു. പിന്നെ താഴോട്ട് വായിച്ചു വരുമ്പോൾ, എൻ്റെ ദൈവമേ എന്നെ കഴുകണമേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ പാപത്തോടുള്ള ബന്ധത്തിൽ ഒരു വ്യക്തി അനുതപിച്ച് ഏറ്റുപറഞ്ഞ് ഹൃദയ തകർച്ചയിൽ ദൈവത്തിങ്കലേക്ക് തിരിയുക, അതാണ് പഴയ നിയമം പറയുന്ന മാനസാന്തരം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഒരാമേൻ പറഞ്ഞിട്ട് ശബ്ദമുയർത്തി സന്തോഷത്തോടെ ദൈവത്തിങ്കലേക്ക് തിരിയുക. ഞാൻ നിങ്ങളോട് പറയാം, പഴയ നിയമ പശ്ചാത്തലത്തില ദൈവത്തിങ്കലേക്ക് ഒരാൾ തിരിയാൻ കൊതിക്കുന്നെങ്കിൽ, ആഗ്രഹിക്കുന്നെങ്കിൽ അതിനൊരു ഭയങ്കര റിസൾട്ട് ഉണ്ട് കേട്ടോ. യോഹന്നാന്റെ പുസ്തകം 3-10 വാക്യത്തിൽ പറയുന്നുണ്ട്, അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു വന്ന് ദൈവം അവരുടെ പ്രവർത്തികളെ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുതപിച്ചു, അത് വരുത്തിയുമില്ല. ഞാൻ നിങ്ങളോട് പറയാം, എവിടെ പാപം ഉയരുന്നുവോ അവിടെ ദൈവം ഉച്ചരിക്കുന്ന ഒരു ന്യായവിധിയുണ്ട്. അതാരുമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എവിടെ പാപം ഉയരുന്നോ അവിടെ ന്യായവിധി ഉണ്ട്. ആ ന്യായവിധിയെ നീക്കാനുള്ള മാർഗമാണ് ദൈവത്തിങ്കലേക്ക് തിരിയുക എന്ന് പറയുന്നത്. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ന്യായവിധിയെ കർത്താവ് നീക്കും. അതവിടെ വായിക്കുന്നത്, അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുതപിച്ചു. വരേണ്ടതാ, വന്ന് കേറേണ്ടതാ, പക്ഷെ ദൈവം അനുതപിച്ചു. ഇങ്ങനെ എത്ര സംഭവങ്ങൾ ഉണ്ടെന്നറിയാമോ? ദൈവത്തിങ്കലേക്ക് തിരിയുക. ഈ രാത്രി നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ചില ശാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം, ഒരു സന്ദേശം പറയുക, ദൈവത്തിങ്കലേക്ക് തിരിയുക. ആമേൻ. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ബുധനാഴ്ച കുമളി IPCയുടെ സെൻട്രൽ കൺവെൻഷന് പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ യാത്ര ചെയ്യുക. ഞാൻ പോകുന്ന വഴിക്ക് ഒരു സഹോദരി എന്നെ വിളിച്ചു. അവരുടെ സങ്കടം ഇങ്ങനെ പറയുക. അവരുടെ സങ്കടം എന്ന് പറയുന്നത്, ഭർത്താവിന്
ലിവർ സിറോസിസ് ആണ്. ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റാത്തതുപോലെ ലിവർ ഡാമേജ് ആയിപ്പോയി. അപ്പോൾ തന്നെ കഴുത്ത് മുതൽ ഉദരം വരെ സ്റ്റെന്റ് ഇട്ടിരിക്കുക, കൂടെ മാനസിക രോഗം. 3 പെൺമക്കളുണ്ട്. മൂത്ത മകൾക്ക് തലച്ചോറിന്റെ അടിയിൽ ഒരു തടിപ്പ്. ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ടില്ല, ആ ട്രീറ്റ്മെന്റ്. രണ്ടാമത്തെ മകൾക്ക് പാൻക്രിയാസിൽ ഒരു തടിപ്പ്, അതും ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ടില്ല, ട്രീറ്റ്മെന്റ് നടക്കുക. മൂന്നാമത്തെ മകൾക്ക് ആക്സിഡന്റ് ഉണ്ടായിട്ട് കാല് മുഴുവൻ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് വെച്ചേക്കുക. ഈ വിളിച്ച അമ്മയ്ക്ക് നട്ടെല്ലിന് പ്രശ്നമാണ്. ഈ അമ്മയുടെ അപ്പൻ ക്യാൻസർ വന്ന് മരിച്ചിട്ട് അടുത്ത ദിവസങ്ങളെ ആയുള്ളൂ. തന്റെ ഇളയ സഹോദരൻ ഇപ്പോൾ ഉദരത്തിൽ ക്യാൻസറാണ്. ഒരു വീടിന്റെ സ്ഥിതി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. ദുരന്തങ്ങളുടെ പെരുമഴയാണ്. അവരെന്നോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? പാസ്റ്ററെ, ഞാനും എൻ്റെ 3 പെൺമക്കളും ഒന്ന് മരിക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ആലോചിക്കൂ, ഒരു വീടിന്റെ സ്ഥിതി. ഇന്ന് രാത്രി ഇതുപോലെ ദാരുണമായ സംഭവങ്ങളിൽ എത്തിയിട്ടാണോ ദൈവത്തിങ്കലേക്ക് തിരിയുന്നത്? ഹല്ലേലൂയ. എന്ത് മനോഹരമായി ശബ്ദ സംവിധാനം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. എന്ത് സുന്ദരമായ ഓർക്കസ്ട്രേഷൻ, എന്ത് സുന്ദരമായ ക്രമീകരണങ്ങൾ. ഇതെല്ലാം എന്തിനാണെന്നറിയാമോ? സുരേഷ് പാസ്റ്റർക്ക് യോഗം നടത്താൻ അറിയാമെന്ന് തെളിയിക്കാൻ വേണ്ടിയല്ല, നിങ്ങളോടൊരു ദൂത് പറയാനാ. ചില കുടുംബങ്ങളിൽ വരാൻ സാധ്യതയുള്ള ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് കയറാൻ പരിശുദ്ധാത്മാവിന്റെ സന്ദേശം നിങ്ങളോട് പറയാനാണ്. ഇന്ന് രാത്രി അതാ ഇവിടെ പുറപ്പെടുന്നത്. മടങ്ങിവാ ദൈവത്തിങ്കിലേക്ക്, മാനസാന്തരത്തിലേക്ക് തിരിയുക. ഹല്ലേലൂയ. ദൈവം അനുതപിക്കും, ദൈവം അനുതപിക്കും. ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയും, ദൈവം അനുതപിക്കും. നിന്റെ ജീവിതത്തിന്റെ തകർച്ചകളെ നോക്കി ദൈവം അനുതപിക്കും. ദൈവം അനുതപിക്കുമ്പോഴാണ് നിന്റെ മേലൊരു വിടുതൽ സാധ്യമാകുന്നത്. ഹല്ലേലൂയ. ദൈവം അങ്ങനെ വിടുവിച്ച ധാരാളം ആളുകളെ എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം ചിലയിടങ്ങളിൽ പറഞ്ഞ കാര്യമാണ്. സാന്ദർഭികമായി ഞാൻ ഒന്നുകൂടെ പറയാം. മൂവാറ്റുപുഴയിൽ നിന്ന് കോട്ടയത്തേക്ക് MC റോഡ് വഴി യാത്ര ചെയ്യുമ്പോൾ ഡെൻകെയർ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ഡെൻകെയർ നിങ്ങൾക്കറിയണം. ഒരേ സമയത്ത് ആ വീട്ടിൽ 3 ഭ്രാന്തന്മാരുണ്ടായിരുന്നു. അപ്പൻ, അപ്പന്റെ അപ്പൻ, അപ്പന്റെ അപ്പന്റെ അപ്പൻ, 3 ഭ്രാന്തന്മാർ. 4 ആൺമക്കളുണ്ട് ആ വീട്ടിൽ. അവരുടെ ഏറ്റവും വലിയ കൊതി ഒരു ഗ്ലാസ് കുത്തരിക്കഞ്ഞി വെള്ളം കുടിക്കണമെന്നുള്ളതായിരുന്നു. ഈ ഭ്രാന്ത് കടുത്ത ദാരിദ്ര്യം നിമിത്തം ഇവരുടെ അമ്മയെ ആത്മഹത്യക്ക് ശ്രമിച്ചു. അതിൽ പരാജയപ്പെട്ടു പോയി അമ്മ. അങ്ങനെ ഒരു സുവിശേഷ യോഗത്തിൽ പോയിരുന്നു. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. അന്ന് രാത്രി ആ വീട്ടിലെ ഭ്രാന്തിന്റെ കെട്ടിനെ കർത്താവ് പൊട്ടിച്ചു. നിങ്ങൾക്കറിയണമോ ഇന്ന് ആ വീടിന്റെ സ്ഥിതി? ഞാനൊരു കെട്ടുകഥ പറയല്ല, ഞാൻ സ്ഥലം പറഞ്ഞിട്ടാണ് പറയുന്നത്. സ്തോത്രം. അത് ഇന്റർനെറ്റിലൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അത് കിടപ്പുണ്ട്. ആ ടെസ്റ്റ് മണി അദ്ദേഹം ഡയറക്റ്റ് പറയുന്നതാണ്, നിങ്ങൾക്ക് കേൾക്കാം. ഞാൻ വെറുതെ പറയുന്നതല്ല. സ്തോത്രം. ഇന്ന് ഒരു മാസം അവർക്ക് സാലറി കൊടുക്കാൻ 4 കോടി രൂപ വേണം. ഒരു ഗ്ലാസ് കുത്തരിക്കഞ്ഞി വെള്ളം കുടിക്കാൻ കൊതിച്ചെടുത്ത് 4 കോടി രൂപ വേണമെന്ന് മന്ത്ലി സാലറി കൊടുക്കാൻ. 4000 പേര് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ദുരന്തങ്ങളെ അനുഗ്രഹമാക്കാൻ കഴിയുന്നവനാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ദൈവം. അതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ, ദൈവത്തിങ്കലേക്ക് തിരിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിങ്കലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. അതാണ് പഴയ നിയമം പറയുന്നത്. ഇനി പുതിയ നിയമത്തിൽ എന്താണ് മാനസാന്തരം? പുതിയ നിയമത്തിൽ മാനസാന്തരത്തിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം മെറ്റാനോയിയാണ്. മെറ്റാനോയിയ, മെറ്റാനോയിയ എന്ന് പറയുമ്പോൾ പശ്ചാത്തപിക്കുക എന്നുള്ളതാണ്. പശ്ചാത്തപിക്കുക, ശരിക്കും പറഞ്ഞാൽ പാപത്തോടും അതിന്റെ കാരണത്തോടും യഥാർത്ഥമായ ഒരു മനംമാറ്റം ഉണ്ടാകുക. അതാണ് പുതിയ നിയമം പറയുന്ന മാനസാന്തരം എന്ന് പറയുന്നത്. അതാ യോഹന്നാൻ പ്രസംഗിച്ചത്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ.
ഇത് യേശു പ്രസംഗിച്ചത്. ദൈവരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവിൻ. ഇതാണ് മാനസാന്തരം, പശ്ചാത്താപം ഉണ്ടാകുക. അതിനെക്കുറിച്ച് ഞാൻ 2 കൊരിന്ത്യർ ലേഖനം 7:9 പറയുന്ന വാക്യം പറയും. അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ. മാനസാന്തരത്തിനായിട്ട് ദുഃഖിക്കുക. യോഗത്തിന്റെ അവസാനം കൈ ഉയർത്തുന്നതല്ല മാനസാന്തരം. മാനസാന്തരം എന്ന് പറയുന്നത് ആ വിഷയത്തിൽ ഒരു പശ്ചാത്താപം ഉണ്ടാകുക, മാനസാന്തരത്തിനായിട്ട് ദുഃഖിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഒരിക്കലെങ്കിലും ദൈവവചനം കേട്ടിട്ട് കണ്ണു നിറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും ദൈവവചനം കേട്ടിട്ട് അകത്തൊരു ഉൾക്കിടിലമുണ്ടായിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും ദൈവവചനം കേട്ടിട്ട് അയ്യോ ചെയ്യരുതാത്തത് ചെയ്തു പോയി എന്ന് പറയാൻ തോന്നിയിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും ദൈവവചനം കേട്ടിട്ട് ഒന്ന് ഉറക്കം നിലവിളിക്കാൻ തോന്നിയിട്ടുണ്ടോ? അതിന്റെ പേരാണ് മാനസാന്തരം. ഇന്ന് രാത്രി യോഗത്തിൽ അതാണ് ഉണ്ടാകേണ്ടുന്നത്. അതാണ് ശരിയായ മാനസാന്തരം എന്ന് പറയുന്നത്. അതപ്പോൾ പറയും, നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായിട്ട് ദുഃഖിച്ചതിനാൽ. വൈറ്റ് ആൻഡ് വൈറ്റ് ധരിക്കുന്നതല്ല മാനസാന്തരം. മാനസാന്തരപ്പെട്ടവർ അങ്ങനെ ധരിക്കുമെന്നൊക്കെ ഉള്ളൂ. സ്തോത്രം. കേവല വേഷഭൂഷാദികളല്ല മാനസാന്തരം. ഒരു വ്യക്തിയുടെ ജീവിതത്തെ അടിമുടി മാറ്റുന്ന വചനം കേൾക്കുമ്പോൾ അകത്ത് സംഭവിക്കുന്ന ദുഃഖം, പാപത്തോടുള്ള മനംമാറ്റം, മുഴുവാണത്വത്തിൽ സംഭവിക്കുന്ന വ്യതിയാനം, അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. അവിടെ ലോകത്തിന്റെ ദുഃഖത്തെക്കുറിച്ച് പോൾ പറയുന്നുണ്ട് 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൽ. അത് മരണത്തെ കൊണ്ടുവരുന്നത്. ലോകത്തിന്റെ ദുഃഖം മരണത്തെ കൊണ്ടുവരുന്നത്. കടം കയറി മുടിഞ്ഞു കഴിയുമ്പോൾ തൂങ്ങിച്ചാകാൻ ഒരാളങ്ങ് തീരുമാനിക്കുക, അത് ലോകത്തിന്റെ ദുഃഖമാണ്. ലോകസഹജമായ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. അങ്ങനെ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? കുടുംബം തകർന്നു കഴിയുമ്പോൾ മരിക്കണമെന്ന് തോന്നുക, ലോകത്തിന്റെ ദുഃഖമാണ്. മറ്റെന്തെങ്കിലും ഒരു നഷ്ടമുണ്ടാകുമ്പോൾ ഇനിയും ജീവിക്കുന്നില്ല എന്നൊരാളങ്ങ് പറയുക, ലോകത്തിന്റെ ദുഃഖം അതാണ്. അത് മരണത്തെ കൊണ്ടുവരും, അത് പ്രശ്നമാണ് ലോകത്തിന്റെ ദുഃഖം. പക്ഷെ മാനസാന്തരത്തെ കൊണ്ടുവരുന്നത് വചനം കേൾക്കുമ്പോഴുണ്ടാകുന്ന ദുഃഖമാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ദൈവഹിത പ്രകാരമുള്ള ദുഃഖം എന്ന് പറയുന്നത്. ശബ്ദം ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, യേശു അത്ഭുതം ചെയ്തതിന്റെ ഉദ്ദേശം എന്നാണെന്നറിയോ? മാനസാന്തരം ഉണ്ടാകുന്നോർത്താ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു രോഗസൗഖ്യം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്കൊരു പ്രശ്ന പരിഹാരം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്കൊരു വിടുതൽ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്കൊരു പ്രശ്ന പരിഹാരമോ ഒരു രോഗസൗഖ്യമോ ഒരു വിടുതലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിടുതലിൽ നിന്ന്, ആ പ്രശ്ന പരിഹാരത്തിൽ നിന്ന് ദൈവം കൊതിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാനസാന്തരം എന്നുള്ളതാണ്. ഞാൻ വെറുതെ പറഞ്ഞല്ലേ, ഞാൻ തെളിയിക്കാം. അത് മത്തായി 11:20 വായിക്കുന്നുണ്ട്. തന്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടാകിയാൽ അവയെ ശാസിച്ചു തുടങ്ങി. മാനസാന്തരപ്പെടാകിയാൽ വീര്യപ്രവർത്തികൾ നടന്ന പട്ടണങ്ങളെ ശാസിച്ചു. അപ്പൊ വീര്യപ്രവർത്തി ചെയ്തതിന്റെ ഉദ്ദേശം എന്നാ? യേശുവിന് വീര്യപ്രവർത്തി ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കുക എന്നുള്ളതല്ല. വീര്യപ്രവർത്തികളുടെ ഉദ്ദേശം വീര്യപ്രവർത്തികൾ പ്രാപിച്ചവൻ മാനസാന്തരപ്പെടുക എന്നുള്ളത്. പക്ഷേ വീര്യപ്രവർത്തികൾ പ്രാപിച്ച പലരും മാനസാന്തരപ്പെടാകിയാൽ കർത്താവ് അവയെ ശാസിച്ചു തുടങ്ങി എന്ന് വായിക്കുന്നത്. പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട്, കോരസീൻ എന്നെനിക്ക് ഹാ കഷ്ടം, ബേത്സയിദ എന്നെനിക്ക് ഹാ കഷ്ടം. നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ, അമേൻ, എത്ര പേര് ഈ കാലഘട്ടങ്ങളിൽ മരണത്തിലൂടെ പോകുന്നത് കണ്ടു? പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിൽ ഇല്ലേ? എൻ്റെ സ്നേഹിതനായൊരു ദേവദാസൻ കോവിഡിൻ്റെ ടൈമിൽ ഫാമിലിയായിട്ട് മൊത്തത്തിൽ കോവിഡായി. കോവിഡ് സെൻ്ററിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. അദ്ദേഹം കാണുന്ന എല്ലാ ദിവസവും ഡെഡ് ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഭയന്നുപോയി. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ എത്ര സംഭവങ്ങൾ നമ്മൾ കണ്ടതാ. നമ്മെ പാടി പോലെ സമയമാൻ്റെതെന്ന് ഒരു പാട്ട് പാടാൻ ഒരാളില്ലാതെ, 90 സങ്കീർത്തനമെന്ന് നീട്ടി വായിക്കാൻ ഒരാളില്ലാതെ, JCB കൊണ്ട് കുഴിയെടുത്ത് JCB കൊണ്ട് തന്നെ
ബോഡി കുഴിക്കകത്തേക്ക് തള്ളിയിടുന്നത് എത്രയോ കാഴ്ചകൾ നമ്മൾ കണ്ടതാ ഇല്ലേ? മാസ്കും വെച്ച് വെന്റിലേറ്ററിൽ എത്ര ദിവസങ്ങൾ കിടന്നതാ. പലരും മരിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടില്ലേ? എന്നിട്ടും മരണം തൊടാതെ അതിനകത്ത് നിന്ന് നിന്നെ വിടിവിച്ച് ദൈവം പുറത്തിറക്കിയതിൻ്റെ പിന്നിൽ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, അതും മാനസാന്തരമാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുക, മാനസാന്തരത്തിലേക്ക് വാ. Glory to God. Glory to God. Hallelujah. നിനവയിലൊക്കെ ഉണ്ടായതാണ് റിയൽ മാനസാന്തരം എന്ന് പറയുന്നത്. ഒരു ന്യായവിധിയാണ് പ്രവാചകൻ പ്രസംഗിച്ചത്. പക്ഷെ ആ ദൂത് കേട്ടപ്പോ നിനവക്കാരെന്ത് ചെയ്തെന്നറിയാം? അവര് ഒരു ഉപവാസം ഒന്ന് പ്രസിദ്ധം ചെയ്തു. കർത്താവ് പറയുന്നത് അവരുടെ ദുർമാർഗം അവർ വിട്ട് തിരിഞ്ഞെന്ന് അവരുടെ പ്രവർത്തിക്കകത്ത് ഞാൻ കണ്ടു. ഇന്ന് രാത്രി പ്രസംഗം ഇങ്ങനെ കണ്ട് കേൾക്കുമ്പോ അകത്തൊരു ഭയം അങ്ങുണ്ടായിട്ട് അയ്യോ ദൈവമേ എന്ന് പറഞ്ഞിട്ട് പോകുന്നതല്ല മാനസാന്തരം. എന്താണോ ചെയ്തു വന്നത് അതിനി ചെയ്യത്തില്ല എന്ന് പറയുക മാത്രമല്ല, അത് പ്രവർത്തിക്കകത്ത് തെളിയിക്കുന്നതാണ് മാനസാന്തരം. അതാ പറഞ്ഞു, യോനയുടെ അടയാളമല്ലാതെ വേറൊരു അടയാളം ഉണ്ടാകത്തില്ല. അതാണ് ശരിക്കും മാനസാന്തരം എന്ന് പറയുന്നത്. കർത്താവ് അത് പറഞ്ഞിട്ടുണ്ട്. മത്തായി 12:41 നിനവെക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇന്ന് രാത്രി പ്രസംഗം കേൾക്കുമ്പോൾ നമ്മിൽ ഉണ്ടാകേണ്ടുന്നത് അതാ മാനസാന്തരം. മത്തായി സുവിശേഷം 17:30 വായിക്കുമ്പോൾ ഈ മാനസാന്തരം ദൈവത്തിന്റെ ഇഷ്ടമാണെന്ന് അവിടെ വായിക്കുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ, ആ വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കാം, എന്നെ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ. ഇവിടെ ബിനുപാസ്റ്റർ പ്രസംഗിച്ച മെസ്സേജുമായിട്ട് ഞാൻ അതിനെ കണക്ട് ചെയ്യുക. എന്നെ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. ആ വാക്ക് വീണ്ടും ഞാൻ ആവർത്തിക്കാം, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. അതാ യോഹന്നാൻ 2:1 നമ്മൾ വായിക്കുന്നത്. ആമേൻ. പാപം ചെയ്യാതിരിക്കാനാണ് പറയുന്നത്. പക്ഷെ നിങ്ങളിൽ ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു പിതാവിന്റെ വലത്ത് ഭാഗത്തുണ്ട്. കേട്ടോ, അത് അബദ്ധത്തിൽ സംഭവിച്ചു പോയ കാര്യമാണ്. സ്തോത്രം. അവിടെ മനോഹരമായിട്ടാ KJV ഇത് പറയുന്നത്. We have an advocate with the Father. പാപം ചെയ്തു വന്ന ഒരുവനാണ് നീ എങ്കിൽ, സ്തോത്രം, ഇനിയും രക്ഷപ്പെടാനാവില്ല എന്ന് ചിന്തിക്കേണ്ട. യേശുവിലേക്ക് നോക്കിയാൽ മതി. നീതിമാനായ ഒരുവൻ അവിടെ ഉണ്ട്. We have an advocate with the Father. അതാണ് പാരക്ലീറ്റോസ്, അതാണ് അഡ്വക്കേറ്റ്, അതാണ് ആശ്വാസപ്രദൻ. ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾ അവിടെ അറിയേണ്ട വേറൊരു കാര്യമുണ്ട്. എബ്രായ ലേഖനം 10:26 സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗം ശേഷിക്കുന്നില്ല. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഗോസ്പൽ തിരിച്ചറിഞ്ഞ ശേഷം, യേശുവിനെ അറിഞ്ഞ ശേഷം, പാപമോചനം പ്രാപിച്ച ശേഷം വീണ്ടും പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗം ശേഷിക്കുന്നില്ല. രക്ഷിക്കപ്പെടാത്ത ഒരുത്തൻ ബിവറേജന്റെ മുന്നിൽ പോയി നിന്നാൽ സ്വാഭാവികം. പക്ഷേ രക്ഷിക്കപ്പെട്ട് ലോർഡ് സപ്പർ എടുക്കുന്ന നീ ബിവറേജന്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ അത് കുഴപ്പമാണെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മനഃപൂർവ്വം പാപം ചെയ്താൽ, മനഃപൂർവ്വം എന്നുള്ള ആ വാക്കിന് 2 ട്രാൻസ്ലേഷനുകൾ 2 വാക്കുകൾ ഉപയോഗിക്കുന്നു. ഒന്ന് വിൽഫുള്ളി, 2 പർപ്പസ്ലി. വിൽഫുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയദാർഢ്യത്തോടെ ചെയ്യുന്നത് തെറ്റാണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പാപത്തിലേക്ക് പോകുക. അതാ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം, പർപ്പസ്ലി സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം രക്ഷിക്കപ്പെട്ടിട്ട് ശമ്പൂം തിരുമി കാട്ടം പീടിയും വലിച്ച്, സ്തോത്രം, പാൻപരാഗം തിരുമി വായിക്കേറ്റി, പിന്നെ ബിവറേജിന്റെ മുന്നിൽ ക്യൂ നിന്ന് വാട്ടീസും അടിച്ച് ഞായറാഴ്ച ചർച്ചിൽ വന്നാൽ പാസ്റ്റർ അറിയത്തില്ലായിരിക്കും. പക്ഷേ അഗ്നിജ്വാലക്കത്തെ കണ്ണുള്ള ഒരുവന്റെ മുൻപിലാണ് ഇന്ന് രാത്രി നീ നിൽക്കുന്നതെന്ന് മറക്കരുത് കേട്ടോ. സ്തോത്രം. മനുഷ്യനുള്ളത് ഇന്നതെന്ന് സ്വതവേ അറിഞ്ഞിരിക്കിയാൽ
അവന് യാതൊരുത്തൻ്റെ സാക്ഷ്യം ആവശ്യമില്ലെന്നാണ് പറയുന്നത്. സകലവും അവൻ്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമാണ്. ഇന്ന് രാത്രി മാനസാന്തരത്തിനായിട്ടുള്ള മെസ്സേജ് ഇവിടെ പറയുന്നത്. സ്തോത്രം. മടങ്ങി വരാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുക. നീ ഒരാളാണെങ്കിൽ പാപമോചനത്തിനായി യേശു നിനക്ക് വേണ്ടിയുണ്ട്. രക്ഷിക്കപ്പെട്ടവൻ കേട്ടോ, ഒരിക്കൽ കൂടി മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. ഈ അതിനോട് കണക്ട് ചെയ്ത് ഞാൻ വേറൊരു കാര്യം പറയാം. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കുമ്പം പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനെന്ന് എഴുതിയിട്ടുണ്ട്. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകൻ. അത് വാസ്തവത്തിൽ അല്പം കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടുന്ന ഒരു വാക്കാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകൻ എന്ന വാക്ക് അങ്ങനെ പറഞ്ഞു വിടരുത്. അതിൽ അല്പം കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വാക്കാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനെന്ന് പറയുമ്പം തുടർമാനമായി പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവനെന്ന്. കണ്ടംപററി ഇംഗ്ലീഷ് വേർഷൻ പറയുന്നത് എനിവൺ ഹു കീപ്സ് ഓൺ സിന്നിങ് ബിലോങ്സ് ടു ദ ഡെവിൾ. പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നവൻ. വേറൊരു ട്രാൻസ്ലേഷനിൽ പറയുന്നത് സ്തോത്രം, whoever continues to sin belongs to the devil. തുടർമാനമായി പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഞാൻ പാപം ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നിട്ട് പ്രസംഗിക്കുകയാണെങ്കിൽ പിശാചിൻ്റെ ആളായിട്ട് പ്രസംഗിക്കുന്നതിൻ്റെ അതിൻ്റെ അർത്ഥം. എനിക്ക് നല്ല പരിചയമുള്ളവർ ഇവിടെ പാടുന്ന എല്ലാവരും തന്നെ കീബോർഡ് വായിക്കുന്ന ആൾ. ഞങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് സ്തോത്രം, നമ്മളെന്തായിരുന്നു? വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, കഴിഞ്ഞ ആഴ്ച, ഈ ആഴ്ചയിൽ, ഈ അടുത്ത ഒരിടത്ത് ഞങ്ങൾ ഒരുമിച്ച് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു ഇവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. അപ്പം ഇവർ പാടുന്നവരാണ്. തുടർമാനം പാപം ചെയ്തുകൊണ്ടാണ് പാടുന്നതെങ്കിൽ പിശാചിൻ്റെ ആളായിട്ട് പാടുന്നതേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? തുടർമാനമായി പാപം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നെങ്കിൽ പിശാചിൻ്റെ ആളായിട്ട് നിന്ന് യേശുവിനെ പ്രസംഗിക്കുന്നു. ബൈബിൾ കൃത്യമായിട്ടാണ് പറയുന്നത്. അത് ഞാൻ കണ്ടംപററി ഇംഗ്ലീഷ് വേർഷനെയും ഗുഡ് ന്യൂസ് ബൈബിളിനെ ഉദ്ധരിച്ചാണ് പറയുന്നത്. ഗുഡ് ന്യൂസ് ബൈബിളിലാണ് പറയുന്നത് whoever continues to sin belongs to the devil. പാസ്റ്റർ അറിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ലെന്നാരും ചിന്തിക്കരുത്. ഭാര്യ അറിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ലെന്നാരും ചിന്തിക്കരുത്. ദൈവം കാണുന്നുണ്ട്. നിങ്ങൾ കേൾക്ക്, മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിന് ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. സ്തോത്രം. ആ നിസാര വാക്കെന്ന് പറഞ്ഞാൽ നിസാര വാക്കെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തൊക്കെയാണോ അതല്ല. അതറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പൊ പിന്നെ പാപം അറിയാതിരിക്കുക. ഈ രാത്രി പരിശുദ്ധാത്മാ പറയുന്ന മടങ്ങി വരാനാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അതാ അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല കേട്ടോ. സുവിശേഷം അറിയാത്ത ഒരുവനെ ആമേൻ ദൈവം വിടുവിക്കും. കാരണം അതെന്നെ ലക്ഷ്യമാക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പിറവത്തൊരു യോഗത്തിന് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ 41 കേസിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യൻ ടെസ്റ്റ് മണി പറയാൻ അവിടെ ഉണ്ടായിരുന്നു. പാസ്റ്റർ ഇസ്മയേൽ 41 കേസിൽ കണ്ണൂർ സെൻട്രൽ ജയിലും വിയൂർ സെൻട്രൽ ജയിലും പൂജപ്പുര സെൻട്രൽ ജയിലും തടവനുഭവിച്ച മനുഷ്യൻ. സ്തോത്രം. ഈ 41 കേസിൽ പ്രതിയായത് അറിവില്ലായ്മയുടെ കാലങ്ങളിലാണ്. അവിടെ നിങ്ങളുടെ പാപം എത്ര കടിഞ്ചുവപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കും. അറിവില്ലായ്മയുടെ കാലം അത് ഏത് വലിയ പാപമാണെങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കും. യേശുക്രിസ്തുവിന്റെ പാപക്ഷമയുടെ കരുത്താത്. സ്തോത്രം. ചില്ലിക്കാശ് മുടക്കില്ല. കർമ്മങ്ങൾ വേണ്ട, അർപ്പണങ്ങൾ വേണ്ട, തർപ്പണങ്ങൾ വേണ്ട, യാഗങ്ങൾ വേണ്ട, യാതൊരു കർമ്മകാണ്ഡങ്ങളും ഇല്ലാതെ യേശുവേ എന്ന് വിളിക്കുന്ന മാത്രയിൽ ആ ഒരൊറ്റ കാര്യം കൊണ്ട് അവന്റെ പാപത്തെ ക്ഷമിക്കുക. അത് റോമാലേഖനം പറയുന്നത്. ദൈവം തന്റെ പൊറുമയിൽ മുൻ കഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം ഇതുവരെ ചെയ്ത പാപങ്ങളെ മുഴുവൻ ശിക്ഷിക്കാതെ വിടുകയാണ്. ഹല്ലേലൂയ. ശിക്ഷിക്കാതെ വിടുക. എല്ലാ പാപങ്ങളെയും ശിക്ഷിക്കാതെ വിടുക. പാപക്ഷമ തരിക. ഒരു ചോദ്യം, പാപത്തിന് ശിക്ഷയില്ലാഞ്ഞിട്ടാണോ? പാപത്തിന് ശിക്ഷയില്ലാഞ്ഞിട്ടാണോ? ഇത് ഫോറസ്റ്റ് ഗ്രൗണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഫോറസ്റ്റ് ഓഫീസ് കാണുമെന്ന് ഞാൻ അനുമാനിക്കുകയാണ്. സ്തോത്രം. ഫോറസ്റ്റ് എന്തിനാണ്? ഫോറസ്റ്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ? ഇവിടുത്തെ കാട്ടിൽ കയറി ഒരു തടി വെട്ടിയാൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വെറുതെ വിടുവോ?
ഒരു തേക്ക് തടി വെട്ടി മാനമായിട്ട് ലോറിയെ കയറ്റി കൊണ്ടുവന്നാൽ വെറുതെ വിടുമോ? അതിന് കേസില്ലേ, അതിനൊരു ശിക്ഷയില്ലേ? ഞാൻ പറഞ്ഞത് ഏതു കുറ്റകൃത്യത്തിനും ശിക്ഷയുണ്ട്, അതുപോലെ തന്നെ ഏതു പാപത്തിന് ശിക്ഷയുണ്ട്. എന്നാൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുന്നതിന്റെ കാരണം എന്നാണെന്നറിയാമോ? പാപിയുടെ പാപത്തിന്റെ ശിക്ഷയെ നീതിമാനായ യേശു കാൽവരി കുരിശിൽ ഏറ്റെടുത്തത് കൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുക, നീ പാപിയാണെങ്കിൽ ആ പാപത്തെ പരിഹരിക്കാൻ, പാപത്തിന്റെ ശിക്ഷയെ ഏറ്റെടുക്കാൻ യേശുവിന് കഴിയും. അതുകൊണ്ട് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ചില ദിവസങ്ങളായി പ്രസംഗിക്കുന്ന പ്രസംഗം ഇത് സമയമില്ലാത്തത് കൊണ്ട് എനിക്കതിൻ്റെ ബോർഡറിലൊന്നും പോകാൻ പറ്റുന്നില്ല. ഞാനിതുകൊണ്ട് ഇതിലെല്ലാം കയറി ദൈവം നൽകുന്ന ഒരു നിയോഗത്തിൽ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നേ. ഈ ചിലരുടെ ഒരു പ്രശ്നം എന്നാണെന്നറിയോ? മാനസാന്തരം ഉണ്ടെന്ന് അവർ പറയുക, പക്ഷെ അവർക്ക് മാനസാന്തരം ഇല്ല. മാനസാന്തരമില്ലാത്ത മാനസാന്തരികൾ ഈ കാലഘട്ടത്തിന് ഒരു പ്രശ്നമാണ്. ഞാനത് തെളിയിക്കാം കേട്ടോ. ഈ ഫിലിപ്പോസ് ശമരിയെ ചെന്ന് പ്രസംഗിച്ചപ്പോൾ ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നൊരു പുള്ളിയുണ്ട്. ശിമയോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നാണ്. പക്ഷേ പത്രോസ് യോഹന്നാനും വന്ന് ജനത്തിൻ്റെ തലയിൽ കൈവച്ചപ്പോൾ അവരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. ഷീമോന് അന്ന് വൈകിട്ട് ഒരു ചെക്കുമായിട്ട് പത്രോസ് താമസിക്കുന്ന ഹോട്ടൽ റൂമിൽ, ഞാൻ എൻ്റെ ഭാവനെ പറയാണ്, ഞാനിവിടെ വന്നപ്പോൾ പാസ്റ്റർ ചോദിച്ചു, ഇവിടെ ഒരു റൂമുണ്ട്, അങ്ങോട്ട് പോന്നോന്ന്. ഈ കൺവെൻഷൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇവർ റൂം എടുത്തിട്ടുണ്ട്. ഫിലിപ്പിയയിൽ ശമരിയിൽ ഭയങ്കര റിവൈവൽ യോഗം. ഞാൻ ഭാവനെ പറയുവാണ്, ഒരു റൂം എടുത്തിട്ടുണ്ടാകും, ഒരു നല്ല ഹോട്ടൽ. പത്രോസൊക്കെ അല്ലേ വന്നേക്കുന്നത്. അപ്പോൾ ശിമയോന് ചെക്കും എഴുതിക്കൊണ്ട്, അച്ഛാ ഒപ്പിട്ടിട്ടേ ഉള്ളൂ, ഇഷ്ടം പോലെ എഴുതിയെടുക്കാം. നിങ്ങൾ കൈവച്ചപ്പോൾ ഈ ജനത്തിൻ്റെ മേലുണ്ടായ സംഭവം ഞാൻ കൈവെക്കുമ്പോഴും ഉണ്ടാകണം, കാശ് തരാം, എനിക്ക് അതിൽ ഇച്ചിരി തരാൻ. ഉടനെ പത്രോസ് 8-22 വാക്യത്തിൽ പറഞ്ഞൊരു വാക്യമുണ്ട്, ഈ ഭക്ഷണത്തം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക, പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. മാനസാന്തരം ഉണ്ടെന്നും പറഞ്ഞ് ഇയാൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നേ. പക്ഷെ പത്രോസ് അവനെ നന്നായി സ്കാൻ ചെയ്തപ്പോൾ പത്രോസിന് മനസ്സിലായി, ഇവന് മാനസാന്തരം ഇല്ല, ഇപ്പോഴും വഷളത്വത്തിലാണ്. ദൈവത്തിൻ്റെ ദാനം പണത്തിന് മേടിക്കാമെന്നുള്ള അവൻ്റെ ചിന്തയെ വഷളത്വം എന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് പത്രോസ് പറയുക, ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക, പക്ഷേ ഉറപ്പില്ല എന്നർത്ഥം. ഉറപ്പില്ല എന്നർത്ഥം. അതാ ഞാൻ പറഞ്ഞത്, മാനസാന്തരം ഇല്ലാത്ത മാനസാന്തരികൾ. മാനസാന്തരം ഉള്ളതുപോലെ നടക്കുന്നേ, പക്ഷേ മാനസാന്തരം ഇല്ല. സ്തോത്രം. മാടക്കടയുടെയൊക്കെ പുറകെ നിന്നിട്ട്, പക്ഷേ ലോർഡ് സപ്പർ വരുമ്പോൾ വലിയ സന്തോഷമാണ്. സ്തോത്രം. മാനസാന്തരം ഇല്ലാത്ത മാനസാന്തരം, ഇതൊരു വലിയ പ്രശ്നമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മാനസാന്തരം ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് മാനസാന്തരപ്പെടണം. ആമേൻ. കാരണം എല്ലാ കാലങ്ങളിലും എല്ലാവർക്കും മാനസാന്തരപ്പെടാൻ പറ്റില്ല. ഞാനതിന് തെളിവ് തരാം. വെളിപ്പാട് പുസ്തകം 2-ന്റെ 20, 21, 22 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, വിഗ്രഹാർപ്പിതം തിന്നാനും ദുർനടപ്പാതിരിപ്പാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നുവെന്നൊരു കുറ്റം എനിക്ക് നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പിനെ വിട്ട് മാനസാന്തരപ്പെടാകിയാൽ ദൈവം പറയുക, ഞാൻ സന്തോഷ് പാസ്റ്ററെ, കർത്താവ് പറയുക, ഞാൻ സമയം കൊടുത്തു, ഞാൻ കൊടുത്തു സമയം. പക്ഷെ അവൾ എന്ത് ചെയ്തു? ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെട്ടില്ല. ഞാൻ സമയം കൊടുത്തു.
അച്ഛാ എത്ര സമയം അറിയില്ല, പ്രസംഗിക്കാൻ വന്ന എനിക്കറിയില്ല, നാളെ വരുന്ന രാജുമേത്ര പാസ്റ്റർക്ക് അറിയില്ല, എബി അബ്രഹാം പാസ്റ്റർക്ക് അറിയില്ല, യോഗം നടത്തുന്ന സുരേഷ് പാസ്റ്റർക്കും ബിനു പാസ്റ്റർക്കും അറിയില്ല സമയം എത്ര. അത് ദൈവത്തിൽ മാത്രം ഇരിക്കുന്ന കാര്യമാണ് കേട്ടോ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ചിലരോട് ഞാൻ പറയാം, കുഞ്ഞെ, നിന്നെ മടക്കിയെടുക്കാൻ ദൈവം അനുവദിച്ച ഗ്രേസ് പീരീഡിന്റെ അവസാനത്തെ മിനിറ്റിലായിരിക്കും ഇന്ന് രാത്രി നീ നിൽക്കുന്നത്. ദൈവം അനുവദിച്ചു തന്ന സമയം. ഹല്ലേലൂയ. ചിലർക്കൊക്കെ അങ്ങനെ അനുവദിച്ചു കൊടുക്കും കേട്ടോ, പക്ഷെ സദാകാലത്തേക്കുമല്ല. ഇവിടെ പറയുക, ഞാൻ അവൾക്ക് സമയം കൊടുത്തിട്ടു ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടാകിയാൽ ഞാൻ അവളെ കിടപ്പിലാക്കി കളയും, അവളുമായി വ്യഭിചരിക്കുന്നവരെ വലിയ കഷ്ടതയിലാക്കി കളയും, അവളുടെ മക്കളെ ഞാൻ കൊന്നുകളയും. ഞാൻ സമയം കൊടുത്തിട്ടും മാനസാന്തരപ്പെടാഞ്ഞതിനാൽ ഇന്ന് രാത്രി ഈ യോഗത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. മടങ്ങി വാ, മടങ്ങി വാ. നിന്റെ രഹസ്യഭാവത്തെയും നിന്റെ പരസ്യഭാവത്തെയും ഇന്ന് രാത്രി സറണ്ടർ ചെയ്തിട്ട് യേശുവിങ്കലേക്ക് വാ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ചില സമയത്ത് മാനസാന്തരപ്പെടണമെന്ന് തോന്നിപ്പോകും, പക്ഷെ ദൈവം തരുന്ന സമയം ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് മാനസാന്തരപ്പെടാൻ പറ്റിയെന്ന് വരത്തില്ല. ഞാൻ തെളിവ് തരാം. എബ്രായലേഖനം 12-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കേട്ടോ, ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവത്തിങ്കലേക്ക് തിരിയാൻ പറ്റുന്നില്ലെങ്കിൽ, സ്വോത്രം, 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 പിന്നെ നീ ആഗ്രഹിച്ചാൽ പോലും ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റത്തില്ല. ഞാൻ ഈ വേദി വന്നപ്പോൾ ഏത് പ്രസംഗിക്കണമെന്ന് എനിക്ക് ഒരു എന്താ പറയുന്നത്, ഒരു ഉറപ്പില്ലായിരുന്നു. പാസ്റ്ററിനോട് ഏത് വാക്യം വായിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്റർ മെസ്സേജ് കൺഫേം ചെയ്തില്ല, കുറച്ചുകൂടെ കഴിയട്ടെ. ആണോ? ശരിയല്ലേ? സ്വോത്രം, സ്വോത്രം. ഞാൻ ഈ മെസ്സേജ് എടുക്കാൻ തീരുമാനിച്ചത് എപ്പോഴാണെന്നറിയാം? പാസ്റ്റർ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ്. സ്വോത്രം. പാപ്പച്ചൻ പാസ്റ്റർ സ്റ്റേജിൽ കയറി മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം ഇതാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി ചിലരെ മടക്കിയെടുക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട് കേട്ടോ. ഇത് നിന്നോടുള്ള വാണിംഗ്. ഈ രാത്രി ഇടത്തും വലത്തും മുൻപിലും പിൻപിലും നോക്കാതെ ചില രഹസ്യഭാവങ്ങളെയും പരസ്യഭാവങ്ങളെയും ഏറ്റുപറഞ്ഞ് ഇന്ന് രാത്രി ദൈവത്തിങ്കിലേക്ക് തിരിച്ചുവാ, തിരിച്ചുവാ. അതല്ലെങ്കിൽ നീ മാനസാന്തരം ആഗ്രഹിക്കുന്ന സമയങ്ങൾ നിന്റെ മുൻപിൽ വരും. അന്ന് ചിലപ്പോൾ നിനക്കത് ലഭിച്ചു എന്ന് വരത്തില്ല. Glory to God. വീട്ടിലൊരു ദുരന്തം വന്ന് കയറിയിട്ടല്ല മടങ്ങി വരവിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് കേട്ടോ. അതിനു മുൻപ് പരിശുദ്ധാത്മാവ് സംസാരിക്കുക, മടങ്ങി വാ. ഹല്ലേലൂയ. എബ്രായർ 6:6 അത് പറയുന്നുണ്ട്, അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവർ, അവന് ലോകാപവാദം വരുത്തുന്നവർ, അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ഹല്ലേലൂയ. ചിലർ ചോദിക്കുന്ന മാനസാന്തരത്തിന് ഇത്ര വലിയ പ്രസക്തി ഉണ്ടോ? ഉണ്ടെന്ന്. യേശു പറഞ്ഞത് എന്നറിയോ? ഞാൻ വരികയും നിന്നെ മാനസാന്തരപ്പെടാത്തവനെ കാണുകയും ചെയ്താൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് ഞാൻ നീക്കിക്കളയും. യേശുവിൻ്റെ വരവിൽ എടുക്കപ്പെടാനുള്ള ഏറ്റവും മിനിമം യോഗ്യത മാനസാന്തര. 98 മാനസാന്തരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 2010 മുടിഞ്ഞ മാനസാന്തരമായിരുന്നു, ഒരു കാര്യമില്ല. 2023 ഡിസംബർ 31 എനിക്ക് എന്നാ മാനസാന്തരമായിരുന്നു? നോ. ഫെബ്രുവരി മാസം 12 രാത്രി 9:30 നിനക്ക് മാനസാന്തരം ഉണ്ടോന്നാ ചോദ്യം. യേശു ഇന്ന് രാത്രി ഈ സെക്കൻഡിലാണ് വരുന്നതെങ്കിൽ 2023 ഡിസംബർ 31 മാനസാന്തരം ഉണ്ടോ എന്നല്ല നോക്കുന്നത്, ഇപ്പൊ ഉണ്ടോന്നാ. അതാ പറയുന്നത്, ഞാൻ വരികയും. അതാ പ്രസംഗത്തിന്റെ പ്രസക്തി. മാനസാന്തരം പഴഞ്ഞൻ പ്രസംഗമാണ് കേട്ടോ. ഇതിപ്പോ ആർക്കും വേണ്ട. ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം, ആ ഒരു സ്റ്റൈലാ പ്രസംഗം. വെയ് രാജാ വെയ്, 1 വെച്ചാൽ 2, അതാണ് പ്രസംഗം. സ്തോത്രം. ഒരു തമിഴ് പാട്ടുണ്ടല്ലോ, വാലല്ലാമൽ തലയാക്കുമേ കീഴല്ലാമൽ മേലാക്കുമേ, പിന്നെ മേലെ 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 മേലെ. എല്ലാവർക്കും വലിയ സന്തോഷമാണ് മേലെ മേലെ കയറി പോകുന്നത്. അതൊന്നും കുഴപ്പമൊന്നുമില്ല, കിട്ടുമെങ്കിൽ മേടിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞത്, കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാൻ കർത്താവ് അന്വേഷിക്കുന്ന മാനസാന്തരം ഉണ്ടോന്ന്. ഞായറാഴ്ച ചർച്ചിൽ പോകുന്നതല്ല മാനസാന്തരം. അത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പോകണം, എല്ലാ ഞായറാഴ്ചയും പോകണം. നിങ്ങളുടെ സഭായോഗങ്ങളെ
ഉപേക്ഷയായി വിചാരിക്കരുത്. ചിലർ ചെയ്യുന്നത്, ചിലരങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങളങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ മാനസാന്തരം ഉണ്ടെന്ന് ഉറപ്പുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആമേൻ. നമ്മൾ പാടുന്ന ഒരു പഴയ പാട്ടുണ്ടല്ലോ, ഒരിക്കലേവരും മരിക്കും നിശ്ചയം, ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. എല്ലാവരും മരിക്കാൻ ഒരുങ്ങാൻ എന്ന് പറഞ്ഞാൽ ഇന്ന് മരിക്കുമെന്നൊന്നുമല്ല, എപ്പോൾ മരിക്കുമെന്ന് ആർക്കും അറിയത്തില്ല. പാടാൻ സമയമില്ലാത്തതുകൊണ്ട് എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്നതെന്ന് ഓർക്കായെങ്കിൽ എന്ത് കഷ്ടമേ, എപ്പോഴാണ് ഇത് വരുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. രംഗബോധമില്ലാത്ത കോമാളിയെപ്പോലെ എപ്പോൾ വേണമെങ്കിലും ഈ മരണം കയറി വരാം കേട്ടോ. അതിൻ്റെ അനുപല്ലവിയൊക്കെ വളരെ രസമാണ്. എല്ലാം പറയാൻ എനിക്ക് നേരമില്ല. കള്ളം പറയുമ്പോഴോ വള്ളത്തിൽ യാത്രയിലോ കള്ളക്കേസിന് പോയി കച്ചേരി തിണ്ണയിലോ എപ്പോഴാണ് ഈ മരണം വരുന്നതെന്നൊന്നും പറയാൻ ആർക്കും പറ്റത്തില്ല. കട്ടിലിൽ കിടക്കയിൽ വെച്ചോ അയ്യോ സോദര വീട്ടിൽ വസിച്ചിടുമ്പോഴോ കാട്ടിൽ മലകളിലോ റോഡിൽ തെരുക്കളിലോ, പാടിയാലോ? പിടിച്ചോ. കാട്ടിൽ മലകളിലോ റോഡിൽ തെരുക്കളിലോ കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴോ എപ്പോഴാണെൻ്റെ സോദര മൃത്യു വരുന്നതോർക്കായി എന്തു കഷ്ടമേ. വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളി പോകും നേരത്തോ കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലു, കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലു, കള്ള കേസിനു പോയി കച്ചേരി തിണ്ണയിലു എപ്പോഴാണെൻ്റെ സോദര മൃത്യു വരുന്നതോർക്കായി എന്തു കഷ്ടമേ. എപ്പോഴാണെൻ്റെ സോദര മൃത്യു വരുന്നതോർക്കായി എന്തു കഷ്ടമേ. അറിയില്ല എപ്പോഴാണിത് വരുന്നതെന്ന്. അതുകൊണ്ടാണ് പറയുന്നത് ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. ഒന്നുകിൽ മരണത്തെ പ്രതീക്ഷിക്കണം, അല്ലെങ്കിൽ കർത്താവിന്റെ വരവിനെ പ്രതീക്ഷിക്കണം. മരണം വന്നാലും യേശു വന്നാലും നമ്മിൽ ഉള്ളത് മാനസാന്തരമായിരിക്കണം. ഇതാണ് ഈ പ്രസംഗത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശക്തിയോടെ കർത്താവിനെ ഒരുമിച്ചൊന്ന് ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറയാം കേട്ടോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ കാലതാമസം പോലും ചിലരുടെ മാനസാന്തരപ്പെടണമെന്ന് ഓർത്തിട്ടാ. അങ്ങനെയാ 2 പത്രോസ് ലേഖനത്തിൽ പറയുന്നത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചിട്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു അല്ലേ? 10 വർഷത്തിന് മുമ്പ് കർത്താവ് വന്നായിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എത്ര പേര് സ്വർഗത്തിൽ പോയേനെ? 20 വർഷത്തിന് മുമ്പ് യേശു വന്നായിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എത്ര പേര് സ്വർഗത്തിൽ പോയേനെ? 30 വർഷത്തിന് മുമ്പ് കർത്താവ് വന്നായിരുന്നെങ്കിൽ എത്ര പേര് സ്വർഗത്തിൽ പോയേനെ? കർത്താവ് വരാൻ താമസിക്കുന്നുണ്ടല്ലേ ഇത്രയും പേര്. 3 വർഷമേ ആയുള്ളൂ ചർച്ച തുടങ്ങിയിട്ട്. 45 പേര് ആരാധനയ്ക്കുണ്ടെന്ന് ഇവിടെ കേട്ടെ. സ്തോത്രം. എങ്ങനെയാ 45 പേര് വന്നേ? കർത്താവ് വരാൻ താമസിച്ചതുകൊണ്ടല്ലേ. അതാ കർത്താവിന്റെ വരവിന്റെ കാലതാമസം പോലും കോവിലൂർ അമ്പലം കവലയിലുള്ളവർ ഇന്ന് രാത്രി നന്നായിട്ട് കേൾക്കണം. സ്തോത്രം. എനിക്കറിയാം, ആമേൻ, പരമാവധി ശബ്ദം പോകുന്നുണ്ട്. ഹല്ലേലൂയ. ഈ സ്ഥലത്ത് ശബ്ദപരിധിയിലുള്ളവർ കേട്ടോ, ആമേൻ, നിങ്ങളുടെ ആയുസ്സിനെ ദൈവം നീട്ടി തരുന്നത് ഒരു മാനസാന്തരം ഉണ്ടാകുമെന്ന് ഓർത്താൽ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ ഞാൻ നിർത്താം. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ തന്നു നിൻ കൃപദാനം ഇന്നും ജീവിച്ചിടുവാൻ നിന്നാത്മശക്തിയാലെ നിത്യം
നടത്തേണമേ നിന്നാത്മ ശക്തിയാലേ നിത്യം നടത്തേണമേ. അന്നേ മരിച്ചു പോയെങ്കിൽ ഇന്നും ജീവിക്കുന്നത് ഭക്ഷണശീലം കൊണ്ടല്ല കേട്ടോ. ഇന്നും ജീവിക്കുന്നത് നമ്മൾ ചെയ്യുന്ന എക്സസൈസ് കൊണ്ടല്ല, നമ്മുടെ ആയുസിന്റെ കരുത്ത് കൊണ്ടല്ല. ഇന്ന് ജീവിക്കുന്നത് കൃപദാനം കർത്താവ് തന്നതുകൊണ്ടാണ്. കൃപദാനം കർത്താവ് തന്നതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് മുൻപേ പോയി മറിഞ്ഞവരൊക്കെ പാപികളായത് കൊണ്ടല്ല. ആമേൻ. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നമുക്ക് കുറച്ചുകൂടെ ജീവിക്കാൻ കൃപാദാനം തന്നിരിക്കുക. ഹല്ലേലൂയ. അന്നേ മരിക്കുകയായിരുന്നെങ്കിൽ നരകത്തിൽ പോയേനെ. ഇന്ന് രാത്രി കർത്താവ് എന്റെ ആയുസ്സിനെ നീട്ടി തന്നതിനാൽ സ്തോത്രം എന്ന് പറയാൻ, അങ്ങയെ കണ്ടുമുട്ടുവാൻ ഭാഗ്യം തന്നതിന് നന്ദി എന്ന് പറയാൻ ഇന്ന് രാത്രി ഇവിടെ അത്ര പ്രിയപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ പ്രസംഗത്തിന് അവസാനത്തെ കുത്തിടുമ്പോ വെളിപ്പാട് 2:16 ഉദ്ധരിക്കുകയാണ്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ല ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. കർത്താവിന് പറയാനുള്ള ഒറ്റ ദൂത് മാനസാന്തരം എന്നുള്ളതാണ്. 2 സഭയോടെ മാനസാന്തരം പറയാതിരുന്നുള്ളൂ. 1 സ്മുർന സഭ, 2 ഫിലദൽഫിയ സഭ. ആമേൻ. സ്മുർന സഭ, സ്മുർന എന്ന വാക്കിൻ്റെ അർത്ഥം കയ്പെന്ന. സഭ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ട ഒരു കാലയളവുണ്ടെങ്കിൽ സ്മുർന സഭയുടെ കാലയളവ്. ആ കാലഘട്ടത്തിൽ ആ സഭാപിതാവായ തെർത്തുല്യൻ പറഞ്ഞത്, ബ്ലഡ് ഓഫ് ദി മാർട്ടിയേഴ്സ് ഈസ് ദ സീഡ് ഓഫ് ദി ചർച്ച്. രക്തസാക്ഷികളുടെ രക്തമാണ് സഭയുടെ വിത്ത്. ഇന്ന് രാത്രിയും ഈ വേദിയിൽ രോഗസൗഖ്യത്തിനെ ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ. പക്ഷേ സ്മുർണയുടെ കാലയളവെന്ന് പറയുന്നത് ആമേൻ രോഗശാന്തിയെ കണ്ട് പ്രശ്നപരിഹാരത്തെ കണ്ട് ജനം യേശുവിലേക്ക് വന്നതല്ല, അവർ രക്തസാക്ഷികളുടെ രക്തത്തിൽ ചവിട്ടിയിട്ട് കർത്താവിലേക്ക് വന്നതാണ്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ. വേറൊന്നും പ്രതീക്ഷിക്കാതെ രക്ഷകനായ യേശുവിനെ മാത്രം കണ്ട് ജനം ദൈവത്തിലേക്ക് വന്ന ഒരു കാലം. അവരോട് മാനസാന്തരം പ്രസംഗിക്കേണ്ട. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം വായിക്കുമ്പോൾ സ്മുർന സഭയോട് ആമേൻ മാനസാന്തരം കർത്താവ് പറഞ്ഞില്ല, മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞില്ല. ആമേൻ. അതുപോലെ ഫിലദൽഫിയ സഭ ഉണർവിൻ്റെ സഭയാണ്. ഫിലദൽഫിയയുടെ കാലയളവ് ഉണർവിൻ്റെ കാലയളവാണ്. ആ സഭയോട് മാനസാന്തരം പറഞ്ഞില്ല കേട്ടോ. കാരണം അതൊരു ഉണർവിൻ്റെ സഭയാണ്. ഉണർവ് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം, അത് ശബ്ദകോലാഹലത്തിലല്ല. എനിക്ക് വേദി വന്നപ്പം ഭയങ്കര മനോഹരമായിരിക്കുന്നു മോണിറ്ററിങ് കേട്ടോ. ഒട്ടും സ്ട്രെയിൻ ഇല്ല, പ്രസംഗിക്കാൻ നല്ല നല്ല സുഖം. ഞാൻ നോക്കിയപ്പോൾ സൈഡ് ഫില്ല് പലയിടത്തിട്ടിരിക്കുന്നു, വേദിയിൽ തന്നെ 2 സബ് കൊണ്ട് വെച്ചിരിക്കുന്നു. ഇതെല്ലാം കൂടെ ഒരു സൈഡിൽ സാമ്പിളർ വെച്ചിരിക്കുന്നു, SPD 20 വെച്ചിരിക്കുന്നു, ഡ്രം വെച്ചിരിക്കുന്നു, തബല വെച്ചിരിക്കുന്നു, കീബോർഡ്, ബേസ് ഐലിയുടെ ഇതെല്ലാം കൂടെ വെച്ച് അടിക്കുമ്പോൾ 6 സബ്ബാണ് കൊണ്ട് വെച്ചേക്കുന്നത്. ഇതെല്ലാം കൂടെ വെച്ച് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇളക്കമല്ല റിവൈവൽ. റിവൈവൽ മാനസാന്തരത്തിനകത്താ ഇരിക്കുന്നത്. മാനസാന്തരം ഇല്ലാത്തയിടത്തുണ്ടാകുന്ന റിവൈവൽ അല്ല. അതാ ഞാൻ പറഞ്ഞത്, റിവൈവൽ ഉള്ള സഭയോട് മാനസാന്തരം പറഞ്ഞില്ല. കാരണം അവരുടെ റിവൈവലിന്റെ ബേസ് മാനസാന്തരമായി. ജോൺ വെസ്ലിയുടെ, ചാൾസ് ഫിന്നിയുടെ അമ്മേനൊക്കെ കാലം മാനസാന്തരമായിരുന്നു റിവൈവലിന്റെ ബേസ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ സഭകളോടും പറഞ്ഞു മാനസാന്തരപ്പെടുക. ഇന്ന് രാത്രിയും കർത്താവിന് പറയാനുള്ള സന്ദേശം ഇതാ, മാനസാന്തരപ്പെടുക. ഞാൻ അവസാനിപ്പിക്കുക. ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാൻ എത്ര പ്രിയപ്പെട്ടവരുണ്ട്, അടുത്ത ചില മിനിറ്റുകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ഞാൻ മടങ്ങി വരുന്നു എന്ന് പറയാമോ? ചില രഹസ്യ പാപങ്ങളെ ദൈവമുമ്പാകെ സറണ്ടർ ചെയ്തേ. ജീസസ്, എനിക്കറിയാം അത് ഉച്ചത്തിലൊന്നും പറയാൻ പറ്റില്ല. കണ്ണെല്ലാം ഒന്ന് അടച്ചേ, അതരങ്ങളെല്ലാം ഒന്ന് തുറന്നേ. എനിക്കറിയാം ഇത് ഭയങ്കര ദൈവസാന്നിധ്യം ചലിക്കുന്ന ഒരു യോഗമാണ് കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രസാദമുള്ള ഒരു യോഗ. എനിക്കറിയാം ഇതിനകത്ത് കർത്താവ് ജനത്തെ തൊട്ടുകൊണ്ടിരിക്കുക. അത് വലിയ ബഹളത്തിനകത്തൊന്നുമല്ല, അത് ശാന്തമായിട്ട് പോകുന്ന യോഗമാണെങ്കിൽ പോലും ഇവിടെ ഒരു ഭയങ്കര അറ്റ്മോസ്ഫിയർ നിൽക്കുന്നത് ഞാൻ ശരിക്കും തിരിച്ചറിയുന്നുണ്ട്. ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയർ നിൽക്കുക. ജീസസ്, ഈ ഒരു അറ്റ്മോസ്ഫിയറിനകത്ത് ഒന്ന് പ്രാർത്ഥിച്ചേ. ചില രഹസ്യ പാപങ്ങളെ
ഭർത്താവ് അറിയാതെ, ഭാര്യ അറിയാതെ, പാസ്റ്റർ അറിയാതെ, മക്കളറിയാതെ, അപ്പനമ്മമാരറിയാതെ, മറ്റാരും അറിയാതെ, സഹോദരങ്ങൾ അറിയാതെ ഒക്കെ കൊണ്ട നടക്കുന്ന ചില രഹസ്യ പ്രകൃതങ്ങളെ ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്തിട്ട്, ഹല്ലേലൂയ, കർത്താവേ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഓ ജീസസ്, ഞാൻ മടങ്ങി വരുന്നു, ഞാൻ മടങ്ങി വരുന്നു എന്നൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാൻ മടങ്ങി വരുന്നു എന്നൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാൻ മടങ്ങി വരുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാൻ മടങ്ങി വരുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. വേർപിരിയില്ലിനി ഞാൻ എന്തു ക്ലേശങ്ങൾ വന്നിടിലും ഓരോ നിമിഷമതും തിരുമാർവതിൽ ചാരിടും ഞാൻ. വേർപിരിയില്ലിനി എന്തു ക്ലേശങ്ങൾ വന്നിടിലും ഓരോ നിമിഷമതും തിരുമാർവതിൽ ചാരിടും ഞാൻ. എല്ലാവരും ഒരുമിച്ചൊന്നെഴുന്നേറ്റുന്നത്, ഒരുമിച്ചൊന്നെഴുന്നേറ്റുന്നത്. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച്, രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച്. കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ചെറുപ്പക്കാർ, ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും കരം ഉയർത്തിപ്പിടിക്കാൻ ഒരിക്കലും ലജ്ജിക്കേണ്ട. ബൈബിൾ പറയുന്നു, പുരുഷന്മാർ എല്ലായിടവും കോപവും വാഗ്വാദവും വിട്ട് വിശുദ്ധ കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. അതുകൊണ്ട് കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിക്കും. നിർബന്ധമായി എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലേക്ക്, എല്ലാ കണ്ണുകളും അടക്കി. ഈ സമയത്ത് ആരും ഈ ഗ്രൗണ്ട് വിട്ടു പോകരുത്. കരം ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് കർത്താവിനോടൊന്ന് പറഞ്ഞ്, കർത്താവിനോടൊന്ന് പറഞ്ഞ്. രഹസ്യത്തിൽ കാണുന്ന പിതാവെന്ന് വായിക്കുന്നുണ്ട്. അതേ വിധത്തിൽ നിങ്ങളെ രഹസ്യത്തിൽ കാണുന്ന ദൈവം, ആ ദൈവത്തോടൊന്ന് സംസാരിച്ച് ഞാൻ മടങ്ങി വരുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. ഞാൻ മടങ്ങി വരുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കേ. ഞാൻ മടങ്ങി വരുന്നു, എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ, എന്നെ മടക്കി അടിക്കണമേ. ഒന്ന് പ്രാർത്ഥിക്കേ. യേശുവിന്റെ നാമത്തിൽ പാപത്തോട് യാത്ര പറ, പിന്മാറ്റത്തോട് യാത്ര പറ. ഒന്നുകൂടെ നോക്കുക. ഒരാഴ്ച ഇവിടെ കഴിഞ്ഞിട്ട് ഞാൻ ഇനി ആരാധനയ്ക്ക് പോവില്ല, ഞാൻ പണിയതുപോലെ തിരിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞ് അകത്ത് പ്ലാൻ ചെയ്ത ചിലതിന് ഇന്ന് രാത്രി തിരിച്ചു പിടിക്കാൻ കർത്താവ് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. Come on. ഈ രാത്രി പിന്മാറ്റത്തിന്റെ ചിന്തകളെ സറണ്ടർ ചെയ്തിട്ട് ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വാ. പ്രാർത്ഥിക്കേ, പ്രാർത്ഥിക്കേ. ഈ അന്തരീക്ഷം മുഴുവൻ ഇന്ന് രാത്രി പ്രാർത്ഥന ഉയരട്ടെ. ഈ അന്തരീക്ഷം മുഴുവൻ പ്രാർത്ഥന ഉയരട്ടെ. യേശുവിന്റെ നാമത്തിൽ മുറുകെ പറ്റുന്ന ചില പാപങ്ങളോട് ഇന്ന് രാത്രി ഗുഡ് ബൈ പറ. ഈ രാത്രി കർത്താവേ, ജയിക്കുന്നവൻ അഭിഷേകം എന്റെ മേൽ പകരണം. ജയിക്കുന്നവൻ അഭിഷേകം, പാപത്തിന്റെ മേൽ ജയം പ്രഖ്യാപിക്കുവാൻ കഴിയുന്ന ഒരാത്മശക്തി അവിടുന്ന് എന്റെ മേൽ പകരണം. ഈ രാത്രി പ്രാർത്ഥിച്ചോ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഇവിടെ നിൽക്കുന്നവർ മാത്രമല്ല, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ മരുമക്കൾക്ക് വേണ്ടി ഈ രാത്രി പ്രാർത്ഥിക്കേ. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, മൈലുകൾക്കപ്പുറത്ത് നിങ്ങളുടെ തലമുറ എവിടെയാണോ അവിടെ ഈ രാത്രി അവരെ തൊടുന്ന ദൈവ സാന്നിധ്യം ഈ ഗ്രൗണ്ടിൽ നിന്ന് ചലിക്കാൻ പോവുകയാണ്. അത് കിഴക്കോട്ട്, അത് പടിഞ്ഞാറോട്ട്, അത് തെക്കോട്ട്, അത് വടക്കോട്ട് ഇന്ന് രാത്രി സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കേ. എന്റെ യേശുവേ, എന്നെയും എന്റെ കുടുംബത്തെയും വിടുവിക്കണേ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ എല്ലാ മദ്യപാന ആസക്തികളും ഈ രാത്രി പൊളിഞ്ഞു മാറട്ടെ. എല്ലാ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവൻ പൊളിഞ്ഞു മാറട്ടെ. എല്ലാ അഡിക്ഷനുകൾ പൊളിയട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാ കുടുംബ തകർച്ചകൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ട്.
ജനം ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ, ജനം ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ, ജനം ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഈ രാത്രി കരങ്ങൾ താഴ്ത്തിയിടാം. നിങ്ങൾക്ക് കരങ്ങൾ അടിക്കണമോ? കരങ്ങൾ അടിച്ച് അന്യഭാഷയിൽ ആരാധിക്കണമോ? അന്യഭാഷയിൽ ആരാധിച്ച് ചില മിനിറ്റുകൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാണ്. ഇത് നിന്റെ ജീവിതത്തെ ചേഞ്ച് ചെയ്യുന്ന രാത്രിയാണ്. ഇത് നിന്റെ അനുഭവങ്ങളെ ചേഞ്ച് ചെയ്യുന്ന രാത്രി. യേശുവിന്റെ നാമത്തിൽ ചിലരതൊക്കെ ഞാൻ പ്രവചിച്ചു പറയാം. ചില വർഷങ്ങളായി നിന്റെ മുൻപിൽ കിടക്കുന്ന ചില ബ്ലോക്കുകളെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് തകർത്ത് കളയുന്നു. ഓ യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനെതിരെ, അവരുടെ ഭാവിക്കെതിരെ, കുടുംബജീവിതത്തിന്റെ നന്മയ്ക്കെതിരെ, ഒരു തലമുറ ഉണ്ടാകുന്നതിനെതിരെ, ആ വിവാഹത്തിനെതിരെ, ആ ബിസിനസിനെതിരെ ഉയർന്നു നിൽക്കുന്ന സകല ബ്ലോക്കുകളെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് തകർക്കുന്നു, തകർക്കുന്നു, തകർക്കുന്നു. മടക്കി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ രാത്രി ചില വിടുതലുകളുകൂടെ അവൻ ഈ കൂട്ടത്തിൽ നടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ മന്ത്രതാന്ത്രിക ശക്തികളെ, എല്ലാ ആഭിചാരങ്ങളെ, എല്ലാ വെല്ലുവിളികളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി സഭ ശാസിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിച്ചാണ്, ഒരുമിച്ച് പ്രാർത്ഥിച്ചാണ്, ഒരുമിച്ച് പ്രാർത്ഥിച്ചാണ്. ഈ യോഗം ഒരു ചരിത്രമാകുന്നത് പോലെ, സഹോദര യോഗം ഒരു ചരിത്രമാകുന്നത് പോലെ, സഹോദരി യോഗം ഒരു ചരിത്രമാകുന്നത് പോലെ, നിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ് പോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ യോഗത്തെ തിരിച്ചുവിടുന്നു. ഒരുമിച്ച് സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ട്. പരിസരം മറന്ന് ഇടത്ത് നിൽക്കുന്നവരെ നോക്കണ്ട, വലത്ത് നിൽക്കുന്നവരെ നോക്കണ്ട, മുൻപിൽ നിൽക്കുന്നവരെ നോക്കണ്ട, പിൻപിൽ നിൽക്കുന്നവരെ നോക്കണ്ട, വേദിയിൽ നിൽക്കുന്നവരെ നോക്കണ്ട. ഇന്ന് രാത്രി എന്ന് ആമേൻ ഹാഗാർ പറഞ്ഞതുപോലെ എന്നെ കണ്ടവനെ ആമേൻ ഇവിടെയും കണ്ടുപോയെന്നതുപോലെ ഈ രാത്രി നിന്നെ കർത്താവ് കണ്ട് നിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലെ ഈ രാത്രി സ്വർഗ്ഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നു. അത് ആത്മാവിൽ കണ്ടിട്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ചാണ്. നിന്റെ അപമാനങ്ങളെ നീക്കുന്ന, നിന്റെ പരാജയങ്ങളെ നീക്കുന്ന, നിന്റെ തകർച്ചകളെ നീക്കുന്ന ആമേൻ രാത്രിയാണിത്. അത് വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് ഒരുമിച്ച് സ്തോത്രം ചെയ്താട്ട്. ജയിക്കുന്നവർ ആത്മശക്തി, ചിലതിനെ കീഴടക്കുന്നവർ ആത്മശക്തി ഈ രാത്രി ജനത്തിന് മേൽ വ്യാപരിക്കട്ടെ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കുമെന്നതുപോലെ ഈ രാത്രി ചിലതിനെ കീഴടക്കുന്ന ഒരഭിഷേകം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് കരങ്ങളടിച്ച് 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 അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതി. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതി. ഓ തന്നു നിൻ കൃപദാനമെന്നും ജീവിച്ചിടുവാൻ, തന്നു നിൻ കൃപദാനം ഇന്നും ജീവിച്ചിടുവാൻ നിന്നാത്മശക്തിയാലെ നിത്യം നടത്തണമേ, നിന്നാത്മശക്തിയാലെ നിത്യം നടത്തണമേ. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടിഞ്ഞ സ്വർഗ്ഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടിഞ്ഞ സ്വർഗ്ഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല, പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല. നിത്യ സന്തോഷമില്ല, നിത്യ സ്നേഹിതരില്ല, സ്വർഗ സന്തോഷമില്ല, നിത്യ സ്നേഹിതരില്ല. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടിഞ്ഞ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ആർക്കും വർണ്ണിച്ചുകൂടാത്ത, ആർക്കും വർണ്ണിച്ചുകൂടാത്ത സ്വർഗ സന്തോഷമാകിയല്ലോ നീ. ആർക്കും വർണ്ണിച്ചുകൂടാത്ത മാർഗത്തിലാക്കിയല്ലോ നീ. മാറ്റം വരാതെ എന്നെ കാക്കേണം പൊന്നുനാഥ, മാറ്റം വരാതെ എന്നെ കാക്കേണം പൊന്നുനാഥ. ഈ ലോകം വിട്ടു ഞങ്ങൾ മേലോകം ചേരുവോ, ഈ ലോകം വിട്ടു ലോകം ചേരുവോ. മാറ്റം വരാതെ
എന്നെ കാക്കേണം പൊന്നുനാഥ, മാറ്റം വരാതെ എന്നെ കാക്കേണം പൊന്നുനാഥ, മാറ്റം വരാതെ എന്നെ കാക്കേണം പൊന്നുനാഥ, മാറ്റം വരാതെ എന്നെ കാക്കേണം പൊന്നുനാഥ. ഈ ലോകം വിട്ടു നിന്റെ ലോകം ചേരുവോളം, ഈ ലോകം വിട്ടു നിന്റെ ലോകം ചേരുവോളം, ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. എന്നും മേഘത്തിൽ വരുമോ മധ്യാകാശത്തിൽ തന്റെ കാന്തയെ ചേരുവാൻ, എന്നും മേഘത്തിൽ വരുമോ മധ്യാകാശത്തിൽ തന്റെ കാന്തയെ ചേരുവാൻ. വന്നു വിളിച്ചിടുമ്പോൾ അങ്ങു വസിച്ചിടും, വന്നു വിളിച്ചിടുമ്പോൾ വന്നു വിളിക്കുമ്പോൾ വന്നു വിളിച്ചിടുമ്പോൾ അങ്ങു വസിച്ചിടും, വന്നു വിളിച്ചിടുമ്പോൾ അങ്ങു വസിച്ചിടും. ഒരിക്കൽ കൂടെ വന്നു വിളിച്ചിടുമ്പോൾ അങ്ങു വസിച്ചിടും, വന്നു വിളിച്ചിടുമ്പോൾ അങ്ങു വസിച്ചിടും. ഇന്നുള്ള കഷ്ടം മാറുന്നു ഞാൻ ഗാനം പാടും, ഇന്നുള്ള കഷ്ടം മാറുന്നു ഞാൻ ഗാനം പാടും. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ഭാവിയ ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല, ഭാവിയ ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല. സന്തോഷമില്ല സ്നേഹിതരില്ല, സ്വർഗ സന്തോഷമില്ല സ്നേഹിതരില്ല. ഭാവിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല, ഭാവിയ ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല. സ്വർഗ സന്തോഷമില്ല സ്നേഹിതരില്ല, സ്വർഗ സന്തോഷമില്ല സ്നേഹിതരില്ല. സ്വർഗ സന്തോഷമില്ല സ്നേഹിതരില്ല, സ്വർഗ സന്തോഷമില്ല സ്നേഹിതരില്ല. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ഇന്ന് രാത്രി കർത്താവേ, എന്റെ ജീവിതത്തിൽ എനിക്കൊരു മാനസാന്തരത്തിന്റെ അനുഭവം വേണം. മരിക്കുന്ന സെക്കൻഡ് വരെ എന്നെ സഹായിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ മാത്രം അക്കരത്തെ ഉയർത്തിപ്പിടിച്ചാട്ട്. മരിക്കുന്ന ദിവസം വരെ എനിക്ക് മാനസാന്തരത്തിന്റെ അനുഭവം വേണം. അങ്ങനെ പറയുന്നവർ മാത്രം. നിങ്ങൾ പാസ്റ്ററാകാം, നിങ്ങൾ സെക്രട്ടറി ആകാം, നിങ്ങൾ വിശ്വാസിയാകാം. അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ തലയ്ക്ക് മീതിയ കരം ഉയർത്തിപ്പിടിച്ചാട്ട്. ഈ യോഗം അവസാനിക്കുമ്പോൾ പാസ്റ്റർ സുരേഷിന് മിച്ചം വെക്കാനുള്ളത് ഉയർത്തപ്പെടുന്ന കരങ്ങൾ ഒരു കൂട്ടം പ്രസംഗത്തിന്റെ ഒടുവിൽ ഒരു തീരുമാനത്തിലേക്ക് വന്നു എന്ന് പറയുന്നത്. ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ പ്രിയ പിതാവേ, നിന്റെ ദാസൻ വളരെ പണം ചെലവിട്ട് നീണ്ട മാസങ്ങൾ അധ്വാനിച്ച് തൻ്റെ ചെറിയ ഒരു സഭയുമായി ഇങ്ങനൊരു യോഗം ഇവിടെ ക്രമീകരിച്ചിരിക്കുക. ഈ യോഗം അടുത്ത ദിവസങ്ങളിൽ ഇവിടെ അവസാനിക്കുമ്പോൾ എന്ത് നേടി എന്ന് ചോദിക്കുമ്പോൾ ഒരു കൂട്ടം ദൈവത്തിലേക്ക് നോക്കുന്നത് ഞാൻ കണ്ടു എന്ന് ധൈര്യത്തോടെ പറയത്തക്ക വിധത്തിൽ ഈ അഭിഷേകത്തിനെ നീ ഉപയോഗിക്കണമേ. ഈ കരം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ജനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അവരുടെ ജീവിതം അടിമുടി ഇന്ന് രാത്രി ചേഞ്ച് ആകട്ടെ. കർത്താവ് ആഗ്രഹിക്കുന്ന വ്യത്യാസത്തിന്, വ്യതിയാനത്തിന് സ്തോത്രം. ഈ ജനത്തെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവരെല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വർഗീയ നന്മകളുടെ കലവറകൾ ഈ ജനത്തിന് വേണ്ടി തുറക്കണം. ഇവരൊരു അനുഗ്രഹ വിഷയമാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ.